പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവം നമുക്ക് തരുന്ന നല്ല അവസരങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി വിനിയോഗിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഇന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ സന്തോഷ് കുമാർ അവറുകളാണ്. പ്രിയ ദൈവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഏവർക്കും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തൻ്റെ ജീവിതാനുഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യാൻ നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ സന്തോഷ് കുമാറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ദൈവദാസനെ. കർത്താവിന്റെ ദാസനെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. പ്രൈസ് ലോർഡ്. കർത്തദാസനെ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ പട്ടണത്തിലുള്ള ഹെബ്ബാൾ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളിവിടെ കുടുംബമായിട്ട് ആയിരിക്കുന്നു. ഭാര്യ, അതുപോലെ തന്നെ ഒരു കുഞ്ഞ് എനിക്കുണ്ട്. ഭാര്യയുടെ പേര് ഗ്രേസ് വർഗീസ് എന്നാണ്. കുഞ്ഞിന്റെ പേര് സാമുവൽ സേറ സന്തോഷ് എന്നാണ്. അതോടുകൂടെ തന്നെ ഇവിടെ ബാംഗ്ലൂർ ബത്തേലേച്ചി സഭയിൽ അസോസിയേറ്റഡ് പാസ്റ്ററായി ശുശ്രൂഷ ചെയ്തു വരുന്നു. കർത്താവ് വളരെ അനുഗ്രഹമായിട്ട് ഞങ്ങളെ ഇവിടെ ശുശ്രൂഷയിലും എല്ലാ നിലയിലും സഹായിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദേവദാസിനെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ആരോമ ടിവിയിലൂടെ ഇങ്ങനെ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവവും എനിക്ക് തന്ന വിലയേറിയ ആ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതോടുകൂടി തന്നെ ആരോമ ടിവിയെ അതിലൂടെ ശ്രദ്ധിക്കുന്ന അനേക ആയിരങ്ങൾക്ക് ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും മറ്റും അനേകർക്ക് അനുഗ്രഹമായി മാറുന്നത് കാണുവാനും കേൾക്കുവാനും അടിയനും ഭാഗ്യം കർത്താവ് നൽകി. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ആരോമ ടിവിയിലൂടെ എൻ്റെ ഈ സാക്ഷ്യവും കേൾക്കുന്ന ഏവർക്കും ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ആരോമ ടിവിയിലൂടെ വരുന്ന സാക്ഷ്യങ്ങൾ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സാക്ഷ്യം പറയുന്നത് കൊണ്ട് തന്നെ കേൾക്കുന്ന ഏവർക്കും, എല്ലാ വിശ്വാസഗോളങ്ങളിലുള്ളവർക്കും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നതിൽ മാത്രമല്ല, അനേക അനുഭവങ്ങൾ ക്രിസ്തുവിൽ ആയിരിക്കുന്ന മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ അവര് കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളിൽ ദൈവത്തെ അറിയുവാനും ഈ ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം എൻ്റെ ജീവിതത്തിലും പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തിന്റെ ചുവടുകൾ വയ്ക്കുവാൻ ഇത് സഹായിക്കുന്നു എന്നുള്ളത് സത്യമായിട്ടും ഒരു അനുഗ്രഹീതമായിട്ടുള്ള പദവിയാണ്. അപ്പോൾ തന്നെ ആരോമ ടിവിയുടെ അനുഗ്രഹീതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു വരുന്ന പ്രിയ കുടുംബം പാസ്റ്റർ ഡാനിയൽ ജോൺ അവർകളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവരുടെ മിനിസ്ട്രിയെ, അവരുടെ കുടുംബത്തെയും കർത്താവ് ധാരാളമായിട്ട് ഉപയോഗിക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ ഈ തരുണത്തിൽ എനിക്ക് പ്രിയ അവസരം തന്ന പ്രിയ പാസ്റ്ററോടും കുടുംബത്തോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ കേട്ടതുപോലെ തന്നെ എൻ്റെ പേര് സന്തോഷ് കുമാർ എന്ന് തന്നെയാണ് എൻ്റെ പേര്. ഹൈന്ദവ നായർ സമുദായത്തിൽ നിന്ന് ക്രിസ്തുവിനെ അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് എന്നെ എൻ്റെ ജനനം മുതൽ, അല്ലെങ്കിൽ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്നെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ കൃപയോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്ന് ആണെങ്കിലും എൻ്റെ സ്വദേശം എന്ന് പറയപ്പെടുന്നത് പാലക്കാട് ആലത്തൂരിലുള്ള പെരുങ്കുളം എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് എൻ്റെ സ്വദേശം എന്ന് പറയപ്പെടുന്നത്. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ട സ്ഥലമാണ് ഈ ആലത്തൂർ, ഈ പെരുങ്കുളം എന്ന് പറയുന്ന ഗ്രാമം. എന്നാൽ ഞാൻ ജനിച്ചത് ഈ പാലക്കാട് കേരളത്തിലോ അല്ല. ഞാൻ ജനിച്ചത് ആന്ധ്രാപ്രദേശിലുള്ള വാറങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. ഏകദേശം എൻ്റെ 3 വയസ്സ് വരെ ഞാൻ അവിടെ ആയിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്.
ഞാൻ അവിടം കൊണ്ട് എൻ്റെ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ഒരു നല്ല കുടുംബ ചുറ്റുപാട് ഉള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എങ്കിലും എൻ്റെ 3 വയസ്സിനകത്ത് ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകല സൗഭാഗ്യങ്ങളും ഒരു മഞ്ഞ് വീണ് ഉരുകിപ്പോകുന്നത് പോലെ ഉരുകിപ്പോയി എന്ന് പറയുന്നത് ആ ഒരു അത്ഭുതം തോന്നുമാറുള്ള ഒരു അനുഭവമാണ്. കാരണം എൻ്റെ പിതാവ് ഒരു നല്ല നായർ കുടുംബത്തിൽ ജനിച്ച് ആളായതുകൊണ്ടും അദ്ദേഹം ദീർഘവർഷമായി, ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ ആന്ധ്രയിലുള്ള ഈ വാറങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ബിസിനസ്സിനോടനുബന്ധിച്ച്, അതായത് ഹോട്ടൽ ബിസിനസ്സിനോടനുബന്ധിച്ച് തന്നായിരുന്നു. അതിനു മുൻപ് ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് ഒരു പിതാവും മാതാവും അപ്പോൾ തന്നെ ഒരു സഹോദരിയുമാണ് ഉള്ളത്. സഹോദരി സുവിശേഷ വേലയോടനുബന്ധിച്ച് സഹോദരി കോട്ടയം കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്ത് സുവിശേഷ വേലയോടനുബന്ധിച്ച് അവർ കുടുംബമായിട്ടായിരിക്കുന്നു. അവർക്ക് ഒരു കുഞ്ഞുണ്ട്. രണ്ടാമത്തെ കുഞ്ഞ് പ്രഗ്നന്റ് ആണ്. അമ്മ ഇത്രയും നാളിവിടെ ആയിരുന്നു. അമ്മ ഇപ്പൊ അവിടെയാണ് ആയിരിക്കുന്നത്. ഇത് ചുരുക്കമായിട്ട് പറയട്ടെ, തുടർന്ന് ഞാൻ പറയാം. ഈ വാറങ്കൽ എന്ന സ്ഥലത്ത് എൻ്റെ പിതാവ് വളരെ ദീർഘവർഷങ്ങൾ ബിസിനസ് ചെയ്ത് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങളിലേക്ക്, അതായത് 1985 തന്നെ നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു തനിക്ക്. അപ്പോൾ അവിടെ ബിസിനസിന്റെ കൂടെ തന്നെ പിതാവിന് മദ്യപാനം, അതുപോലെ തന്നെ ചീട്ടുകളി എന്നിത്യാദിയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന ആ സാഹചര്യത്തിൽ എൻ്റെ പിതാവ് നല്ല ബിസിനസിന്റെ ഹോട്ടൽ ബിസിനസ് വളരെ ശക്തമായി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എൻ്റെ ജനനം ഉണ്ടാകുന്നത്. എൻ്റെ ജനനത്തോടുകൂടെ എൻ്റെ പിതാവിന്റെ ബിസിനസ്സുകൾ ഓരോന്നായി തകർന്നു പോകുവാൻ തുടങ്ങി. ആദ്യം ഒന്നാമത്തെ ഹോട്ടൽ തകർന്നു പോകുവാനിടയായി. അതിനുശേഷം ഞങ്ങൾ ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ളവരായതുകൊണ്ട് തന്നെ അനേക പൂജകൾ എൻ്റെ പിതാവ് നടത്തുവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ ആ പൂജകൾക്കൊന്നും ഫലം തരുവാൻ കഴിയാതെ വീണ്ടും 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 കരങ്ങളിലുണ്ടായിരുന്ന സാമ്പത്തികം മുഴുവൻ ചോർന്നുപോയി ഒരു പരാജയത്തിന്റെ പടുകുടിയിലേക്ക് നീങ്ങവെയാണ്. ആ സാഹചര്യത്തിലാണ്, ആ ഒരു ഘട്ടത്തിലാണ് എൻ്റെ പിതാവ് പിന്നെയും ഈ കൂടുതലായിട്ടുള്ള മാന്ത്രിക താന്ത്രിക വിദ്യകളിലേക്ക് അതിലൂടെ പരീക്ഷിച്ച് നന്മ കൈവരിക്കുവാൻ കഴിയുമോ എന്നിത്യാദി ചിന്തിച്ചുകൊണ്ട് ആൾ നീങ്ങുന്നത്. അങ്ങനെ സുദർശന ചക്രം പോലെയുള്ള ചക്രമൊക്കെ ഉണ്ടാക്കി പുതിയ ബിസിനസ് സ്ഥാപനത്തെ വെക്കുകയും അതിലൂടെ ഐശ്വര്യം വരുമെന്നൊക്കെ പറഞ്ഞ് അന്നത്തെ കാലത്ത് 10,000 രൂപ കൊടുത്ത് അത് ചെയ്യുവാനിടയായി തീർന്നു. പക്ഷേ അതും അവസാനം ഫലം കൈവരിക്കാതെ ഒരു ഭ്രാന്തനെ പോലെ എൻ്റെ പിതാവ് തൊട്ടു മുമ്പുള്ള റെയിൽവേ ട്രാക്കിൽ ആ സുദർശന ചക്രമൊക്കെ എടുത്തെറിഞ്ഞത് എൻ്റെ അമ്മ ഇന്ന് ഓർക്കുന്നു. അമ്മ പലപ്പോഴും എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ പിതാവ് ആ സമയങ്ങളിൽ വ്യക്തമായിട്ട് പറയുമായിരുന്നു പോലും, മദ്യപിച്ച് ഭവനത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു പോലും, ഇങ്ങനെയാണ്: തമ്പി തലയെടുത്താൻ തറി മുഴുവൻ പാളാപ്പോച്ച് എന്ന് പറയുന്ന ഒരു തമിഴ് ഒരു ഫ്രേസ് ഉണ്ട്. അതായത് നിന്റെ ജനനത്തോടെ എല്ലാം നഷ്ടപ്പെട്ടു, നിന്റെ ജനനത്തോടെ എല്ലാം നഷ്ടപ്പെട്ടു, എന്റെ പരാജയത്തിന്റെ കാര്യം നിന്റെ ജനനമാണ് എന്നിത്യാദി എൻ്റെ മുഖത്ത് നോക്കി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ പിതാവ് പറയുമായിരുന്നു. അങ്ങനെ അവിടുന്ന് നിക്കക്കള്ളിയില്ലാതെ മൊത്തം കടത്തിന്റെ മേൽ കടമായി വലിയ പ്രയാസത്തോടെ ഉള്ളതെല്ലാം വിറ്റ് പെറുക്കി അവിടെ കൊടുത്ത് അങ്ങനെ തീർത്തും പരാജയത്തോടെ അവിടെ നിന്ന് ഞങ്ങൾ കേരളത്തിലേക്ക് മടങ്ങി. അതാണ് എൻ്റെ ശൈശവത്തിന്റെ ഭാഗമെന്ന് പറയപ്പെടുന്നത്. പക്ഷേ കേരളത്തിൽ വന്ന ശേഷം പിന്നെയും കുറെ കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ജീവിതത്തിന്റെ ഉന്നമനത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു. എങ്കിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ യാതൊരു വിധമായിട്ടുള്ള ഉന്നമനത്തിന്റെ കാര്യങ്ങളും ഞങ്ങൾ കണ്ടില്ല. അങ്ങനെ എൻ്റെ പിതാവ് മനമടുത്ത് വല്ലാത്തൊരു സ്ഥിതിയിലോട്ട് പോയി. അങ്ങനെ ഏകദേശം എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഓർക്കുകയാണെങ്കിൽ എൻ്റെ 7ാം ക്ലാസ് വരെ അത്രയും സമയം തീർത്തും ദാരിദ്ര്യത്തിലൂടെയും, ഭക്ഷണം ലഭിക്കാതെ, വസ്ത്രം ലഭിക്കാതെ, ഒത്തിരി ദാരിദ്ര്യത്തിലൂടെ ഒറ്റ മുറിയുള്ള റൂമിൽ ഞങ്ങൾ ദീർഘമായ വർഷങ്ങൾ ഞങ്ങൾ അവിടെ താമസിച്ചു. ഏകദേശം
17 വർഷത്തോളം ഞങ്ങൾ അവിടെ താമസിച്ചു. അങ്ങനെ ജീവിതത്തിൽ കഷ്ടത, പ്രയാസം, പട്ടിണി എന്നത് എൻ്റെ സമപ്രായക്കാരിൽ ഞാൻ മാത്രം ആ ഒരു തലത്തിലൂടെ കടന്നുപോയി. അങ്ങനെ എൻ്റെ 7ാം ക്ലാസ്സിൽ കർത്താവിന് സ്തോത്രം, മഹത്വം, 7ാം ക്ലാസ്സിൽ പാസ്സായതിനു ശേഷം 8ാം ക്ലാസ്സിലോട്ട് ഞാൻ കയറി. 8ാം ക്ലാസ്സിൽ കയറിയപ്പോൾ കൂടെ കൂട്ടിനായിട്ട് കുറെ കൂട്ടുകാരെ ലഭിച്ചു, വേറെ സ്കൂളിലായതുകൊണ്ട്. അവിടെ നിന്ന് കൂട്ടുകാരുടെ ഒരു സംഘടന നിമിത്തം പലവിധമായിട്ടുള്ള സാഹചര്യത്തിൽ കടന്നുപോയി. അതിനകത്ത് മദ്യപാനവും സിഗരറ്റ് വലിയും അതിനകത്ത് കൂട്ടായി 8ാം ക്ലാസ് മുതൽ തന്നെ എനിക്ക് ലഭിക്കുവാനിടയെ തുറന്നു. അങ്ങനെ ഒരു വല്ലാത്ത ജീവിതത്തിലെ മനമെടുത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. 8 മുതൽ 10ാം ക്ലാസ് വരെ ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തെ പിടിച്ചു തിരിക്കുവാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു. 10ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ എങ്ങനെയോ ആ പഠനം എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് പാസ്സായാലും ഇല്ലേലും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്ത് 10 രൂപ ഉണ്ടാക്കി കുടുംബത്തെ രക്ഷിക്കണമെന്ന് ഉള്ള ഒരു ചിന്ത എൻ്റെ അകത്തോട്ട് കയറി. ഈ സമയത്ത് തന്നെ എൻ്റെ പിതാവിന് ശരീരത്തിൽ COPD എന്ന് പറയുന്ന ശരീരത്തിൽ ശ്വാസം മുട്ടലിന്റെ ഒരസുഖം വന്നതിന് ശേഷം എൻ്റെ പിതാവ് തീർത്തും ജോലിക്ക് പോകുവാൻ കഴിയാതെ ഭവനത്തിൽ ഇരിക്കപ്പെട്ടു. അങ്ങനെ എൻ്റെ 10ാം ക്ലാസ്സിൽ ഞാൻ എങ്ങനെയോ ദൈവകൃപയാൽ ഞാൻ പാസ്സായി. അതിപ്പോ എനിക്കറിയാം അത് ദൈവകൃപയാൽ പാസ്സായതാണെന്ന് എനിക്കറിയത്തില്ല. അതെങ്ങനെയോ ഞാൻ പാസ്സായി. 10ാം ക്ലാസ് പാസ്സായതോടെ പിന്നെ പഠനം എന്നുള്ള ഒരു ചിന്തയെ എനിക്കില്ല. എന്തെങ്കിലും ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുവാൻ വേണ്ടി താല്പര്യപ്പെട്ടു. അങ്ങനെ അതിനുവേണ്ടി ലോട്ടറി ബിസിനസ് ഞാൻ ആരംഭിച്ചു. ലോട്ടറി ടിക്കറ്റ്, അത് പെട്ടെന്ന് കോടീശ്വരനാകാനുള്ള ഒരാഗ്രഹം, അല്ലെങ്കിൽ ലോട്ടറി ഏതെങ്കിലും സാഹചര്യത്തിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങ് രക്ഷപ്പെടുമല്ലോ എന്നുള്ള ചിന്തയിൽ ലോട്ടറി ബിസിനസ് വളരെ അധികമായിട്ട് ഞാൻ ചെയ്തു വന്നു. അങ്ങനെ 10ാം ക്ലാസ്സിൽ ചെയ്തു വന്ന കൂട്ടത്തിൽ തന്നെ ഈ മദ്യപാനം അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കവേ ആണ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം നടക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഒരു വ്യക്തി, ആ വ്യക്തി ബാംഗ്ലൂരിൽ നിന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ്. ഈ പുള്ളി ഒരു മജിഷ്യൻ, അതായത് ഒരു മന്ത്രവാദി. ക്ഷുദ്രം പ്രയോഗം കൈനോക്കി, മഷിനോട്ടം നോക്കി അതിൽ നിന്ന് ആളുകളുടെ ഭാവി പറയുന്ന ആളാണ്. അങ്ങനെ ഞങ്ങളുടെ ദേശത്തേക്ക് വന്നു. അദ്ദേഹം വന്ന് അവിടെയുള്ള ആളുകളെ ഭ്രമിപ്പിച്ചുകൊണ്ട്, അങ്ങനെ വേണം പറയാൻ, അങ്ങനെയുള്ള ഭ്രമിപ്പിച്ചുകൊണ്ട് അവരുടെ ഭാവിയും ഭൂതകാലങ്ങളും ഒക്കെ പറഞ്ഞ് വളരെയധികം ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യന്റെ മുമ്പിൽ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവരുടെ മുമ്പിൽ ചെന്നുപെട്ടു. ഈ മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കി എന്നെ വരാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ അന്നാണെങ്കിൽ ഒത്തിരി പേടിയായിരുന്നു. പിന്നെ ഈ മനുഷ്യന്റെ അടുത്തോട്ട് പോയി, എല്ലാവരും പോയി കൈ കാണിച്ചുകൊണ്ടും ഈ പല കാണാതെ പോയതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ക്ഷുദ്രപ്രയോഗത്തിന്റെ ആത്മാവിനാൽ, അദ്ദേഹത്തിന്റെ ഈ ആത്മാവിനാൽ പുള്ളി പല കാര്യങ്ങൾ ലക്ഷണവിദ്യ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പുള്ളി അവിടെ പോയ സമയത്ത് എന്റെ കരം വാങ്ങി നോക്കി. പുള്ളി കണ്ണടച്ചുകൊണ്ട് പുള്ളി പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, നിന്റെ 17ാമത്തെ വയസ്സിൽ, ഞങ്ങളുടെ പാലക്കാടൻ ശൈലിയിൽ പറയുകയാണെങ്കിൽ, ഒരു രാജയോഗം കാണുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനിത് എന്തോ രാജയോഗം എന്നൊന്നും ഒന്നും മിണ്ടിയില്ല, വിറച്ചോണ്ട്. അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സന്തോഷിന്റെ 17ാമത്തെ വയസ്സിൽ വലിയ ഒരു വെളിച്ചം വന്ന് സന്തോഷിന്റെ മേലെ അത് വീശുന്നുണ്ട്. അതിനുശേഷം സന്തോഷിനെ കാണാൻ കഴിയുന്നില്ല. പിന്നെ മുന്നോട്ട് എന്താണെന്ന് എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പുള്ളി പറഞ്ഞു. അതോടൊപ്പം പിന്നെ പുള്ളി ഒന്നും എന്നോട് പറഞ്ഞു, ഈ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ അന്ന് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് അന്ന് അതിനെക്കുറിച്ചൊരു അറിവില്ലായിരുന്നു. എന്നാൽ സ്തോത്രം, ആ വെളിച്ചം മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും വെളിപ്പെടാത്ത വെളിച്ചം എന്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷയുടെ ഭാഗത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്ന ക്രിസ്തുവാണെന്ന് ഞാൻ നിശ്ചയമായിട്ടും ഇന്ന് ഞാൻ അത് അറിയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അന്ന് എനിക്കത് അറിയത്തില്ലായിരുന്നു, പക്ഷേ ഇന്നത് എനിക്കറിയാം. ആ വെളിച്ചം, എന്റെ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന വെളിച്ചം യേശു ആയിരുന്നു അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് മഹത്വം. അതിനുശേഷം 17ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെടുവാനുള്ള സാഹചര്യം, അതിനുള്ളിൽ എന്റെ 10ാം ക്ലാസ് കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സംഗതികളെല്ലാം നടക്കുന്നത്. അങ്ങനെ 17ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷയിലേക്ക് വരുവാനിടയായ ഒരു സാഹചര്യത്തെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ദേശത്ത് നടന്ന് സുവിശേഷം പറയുന്ന, ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഒരു ദേവദാസൻ ഉണ്ട്. ആ ദേവദാസൻ അവിടെ നടന്ന് എല്ലാ ഭവനങ്ങളിലും കയറി സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കവേ എന്റെ ഭവനത്തിൽ വന്ന് എന്റെ മാതാവിനോടും എന്റെ സഹോദരിയോടും സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഉത്സവത്തിലേക്ക് പോകാൻ വേണ്ടി
മദ്യപിച്ച് ഭവനത്തിലേക്ക് കയറി വരവേ ഈ മനുഷ്യൻ ഇരുന്ന് കുടുംബമായി ദേവദാസനും ഈ ദേവദാസി ഇരുന്ന് യേശുവിനെ കുറിച്ച് ഭവനത്തിലിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിനോട്, നിങ്ങളോട് ഇതിനു മുമ്പ് അദ്ദേഹം പല ആവർത്തി വഴിയിലൊക്കെ വെച്ച് സുവിശേഷം പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹത്തിനോട് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നായർ കുടുംബത്തിൽ ജനിച്ച ആളുകളാണ്, ഞങ്ങളെ മതം മാറ്റാൻ നിങ്ങൾ നോക്കരുത്, അതുകൊണ്ട് നിങ്ങൾ ഇനി മേലാൽ നിങ്ങൾ ഈ ഏരിയയിലോട്ട് വരരുത്, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അവരെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തായിരുന്നു. കാരണം അന്ന് ഞാൻ ചെറിയൊരു നരുന്തു പയ്യനാണെങ്കിലും നമുക്ക് സംഘടിതമായി പോകുവാൻ കഴിയുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. 30ഓളം വരുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുണ്ട്, എന്തിനും ഏതിനും. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തിയൊക്കെ നിൽക്കുന്നതിന്റെ പിറ്റേ ദിവസമാണ് ഈ മനുഷ്യൻ ഇങ്ങനെ വീട്ടിൽ വന്ന് യേശുവിനെ കുറിച്ച് പറയുന്നത്. അപ്പോ ഞാൻ ഈ മദ്യപിച്ചും കൂടെ ആയിരുന്നുകൊണ്ട് എനിക്ക് വളരെ ദേഷ്യം വന്ന് ഇദ്ദേഹത്തിനോട് അപമര്യാദയായിട്ട് പെരുമാറി ഇദ്ദേഹത്തിനെ ഭവനത്തിൽ നിന്ന് ഞാൻ ഇറക്കി വിട്ടു. അന്ന് ഈ ദേവദാസൻ ആരോഗ്യമുള്ള ഒരു ദേവദാസനാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കരമെടുത്തൊരു വീശിയാൽ ഞാൻ ഇല്ല. പക്ഷെ ഇദ്ദേഹത്തിനെ ഇത്രയധികം അപമാനിച്ചു വിട്ടിട്ടും ഈ ദൈവമനുഷ്യൻ എന്നോട് ഒന്നും പറയാതെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത് എന്റെ മുഖത്ത് ഇന്നും ഞാൻ അത് ഓർത്തെടുക്കുന്നുണ്ട്. എന്റെ ഹൃദയത്തിലെ ആ പലകയിൽ അത് ആ ചിത്രമുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഇറങ്ങിപ്പോയി. അന്ന് രാത്രി മണിക്കൂറുകൾ കഴിയും തോറും എന്റെ മനസ്സിനകത്ത് എന്തോ ഒരു വലിയൊരു ഭാരം, ഒരു ടൺ ഭാരം എടുത്ത് വെച്ചതുപോലെ ഒരു വല്ലാത്ത അവസ്ഥയായിപ്പോയി. എല്ലാം മറക്കാനാണ് മദ്യപിക്കുന്നത്, പക്ഷെ ഈ മദ്യപാനത്തിന്റെ മേലെ ഒരു 1000 ടണ്ണ് വെച്ചതുപോലെ ഒരു ഭാരം എന്റെ അകത്ത് ഫീൽ ചെയ്തു. എനിക്ക് ഭക്ഷണം കഴിക്കാൻ വന്നത് ഭക്ഷണം കഴിക്കാൻ പറ്റാതായി. അങ്ങനെ എന്തിനു പറയുന്നു, അന്ന് രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. എന്തോ എന്റെ അകത്ത് എന്തുകൊണ്ട് ഞാൻ ഇത്രയധികം അപമര്യാദയെ പെരുമാറിയിട്ട് ഈ മനുഷ്യൻ പ്രതികരിച്ചില്ല, എന്തുകൊണ്ട് ഈ ഇത്രയും, അങ്ങനെ ഒരു ചിന്ത എന്നെ ഉള്ളിൽ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, രാത്രി മുഴുവൻ കഴിച്ച് ഒരു പുലർച്ചയൊക്കെ ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും ഈ ദൈവമനുഷ്യൻ, അല്ലെങ്കിൽ അന്ന് എനിക്ക് ദൈവമനുഷ്യനൊന്നും അറിയില്ല, ഈ മനുഷ്യനെ കണ്ട് ഒരു സോറി പറയണമെന്നുള്ള ഒരു ചിന്ത എന്റെ അകത്തേക്ക് വന്നു. അങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ അന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഈ ദേവദാസന്റെ ഭവനം അന്വേഷിച്ച് ഞങ്ങൾ കടന്നു പോകുവാനിടയെ തുറന്നു. അങ്ങനെ കടന്നുപോയ കൂട്ടത്തിൽ വിവിധ ഭവനങ്ങൾ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കണ്ടു. അങ്ങനെ ഞാൻ ആ ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച എന്നെ ഒത്തിരി എൻ്റെ ഹൃദയത്തെ ഉരുക്കുമാറാക്കി. അന്ന് ഒരു ചെറിയ ഡോർ പകുതി അടഞ്ഞ ഒരു വാതിലായിരുന്നു. ഞങ്ങൾ മുട്ടി തുറന്നപ്പോൾ ഇതിനകത്ത് ഈ ദേവദാസനും ഈ ദേവദാസിയും പായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തുറന്ന ഉടൻ തന്നെ ഇവര് ഞങ്ങളെ കണ്ടതും അങ്ങ് പൊട്ടി നിലവിളിച്ച് കരയുവാനിടെ എത്തുന്നു. അന്നേരം ഞാൻ അദ്ദേഹത്തിനോട് സോറി പറഞ്ഞു, അദ്ദേഹത്തിനോട് ക്ഷമാപണമൊക്കെ നടത്തിയ ശേഷം എന്തോ എനിക്ക് അറിയത്തില്ല, ആ ഒരു നിമിഷത്തിൽ എൻ്റെ 17 വർഷം എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു ദൈവിക സമാധാനം, അത് ഇന്ന് എനിക്കറിയാം ദൈവികമാണെന്ന്, പക്ഷെ അന്ന് എന്തോ ഒരു സമാധാനം എൻ്റെ അകത്ത് വരുവാനിടയെ തോന്നും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ക്ഷമ പറഞ്ഞു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കറിയത്തില്ല, എന്തോ ഒരു വലിയൊരു സമാധാനം മദ്യത്തിനും, ഞാൻ സിനിമയുടെ വലിയ ആരാധകന്, സിനിമാ ഭ്രാന്തൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഏത് സിനിമ ഇറങ്ങിയാലും കറക്റ്റ് വെള്ളിയാഴ്ച ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ പോയി കാണുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം, ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ടും ചെയ്തിട്ടും ലഭിക്കാത്ത ഒരു ദൈവിക സമാധാനം ഈ ദൈവമനുഷ്യന്റെ വീട്ടിൽ പോയി ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ അകത്തേക്ക് വരുവാനിടയെത്തും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം വരുന്നതിന് പ്രയാസം ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഇല്ല, വന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം 5:30-6 മണിയാകുമ്പോൾ ഞാൻ ഈ ഭവനത്തിലേക്ക് പോകും. ഈ ഭവനത്തിലേക്ക് പോയി ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പൊ ഇദ്ദേഹം യേശുവിനെ കുറിച്ചൊക്കെ എന്നോട് പറയും, പക്ഷെ ഞാൻ യേശുവിനെ ഞാൻ അംഗീകരിക്കത്തില്ല. ഞാൻ പറയും, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ട് നിങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ യേശുവിനെ ഒന്നും വേണ്ട, കാരണം ഞങ്ങള് കുലദൈവങ്ങളും അതുപോലെ തന്നെ നാലുകെട്ടുകളും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബ അമ്പലങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വിശ്വാസത്തിന്റെ രീതി മതി, പക്ഷെ നിങ്ങളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരു ബന്ധം സൂക്ഷിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചില നാളുകൾ അങ്ങനെ പോകുവാനിടയെ തുടങ്ങും. അങ്ങനെ വളരെ നാളുകൾ പോയ കൂട്ടത്തിൽ 2006 നവംബർ മാസം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവത്തിലേക്കുള്ള ആ ദിവസം വരികയാണ്. അങ്ങനെ ഞാൻ നവംബർ മാസം ഏകദേശം 23-ന് 26-നുള്ള ഇടയ്ക്കുള്ള ഒരു ഡേറ്റ് ആണ്. ആ ഡേറ്റിനകത്ത് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ പോയ സമയത്ത് എന്നോട് ചോദിച്ചു,
വളരെ നാളുകളെ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടും എന്റെ ഹൃദയത്തിനകത്ത് ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, സന്തോഷിന് ഇഷ്ടമുള്ള ഒരു ദൈവത്തിന്റെ പേര്. ഞാൻ വളരെ ഈ കൃഷ്ണഭക്തനായിരുന്നു, ഭയങ്കര കൃഷ്ണഭക്തനായിരുന്നു. അവിടെ ഞങ്ങളുടെ സ്ഥലത്തെ കുറിച്ച് ഒന്ന് പറയാം. ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് പെരുങ്കുളം ഗ്രാമം ആണ്. ബ്രാഹ്മിൺസും നായർ സമുദായത്തിലുള്ള ആളുകളും അധികമായി വസിക്കുന്ന സ്ഥലമാണ്. ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ തീർത്തും ഇല്ല. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് തീർത്തും ഇല്ലാത്ത ഒരു സാഹചര്യം. ഞങ്ങൾക്ക് ആകെ യേശുവിനെ കുറിച്ച് അറിയുന്നത് ഉണ്ണി യേശു ഡിസംബർ 25-ാം തീയതി അവിടെ ഒരു അച്ചായനുണ്ട്, ആ ഒരു സാറ് പഠിപ്പിക്കുന്ന സാറ്. അവർ 25-ാം തീയതി വീട്ടിൽ ഈ കരോളൊക്കെ വന്ന് അന്നേരം അവർക്ക് ഈ കേക്ക് മുറിച്ച് കൊടുത്തുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് എനിക്ക് ആകെ അറിയുന്നത്. പിന്നെ ആ പുൽക്കൂട്ടിൽ അറിയുന്ന കിടക്കുന്ന ഒരു 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 ഉണ്ണിയേശുവിനെ ആണ് എനിക്ക് ആകെ അറിയാം. യേശുവിനെ അല്ല, ഉണ്ണിയേശുവിനെ എനിക്കറിയാം. അങ്ങനെ ഇതാണ് എൻ്റെ ആ ഭാഗം എന്ന് പറയുന്നത്. അപ്പോ അത്രയും ഈ ഹൈന്ദവ പശ്ചാത്തലമുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പൊ ഈ കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടെ അമ്പലത്തിലുള്ള എൻ്റെ വീടിന്റെ തൊട്ടടുത്ത അമ്പലമാണ്. അമ്പലങ്ങൾ നിറയെ ഉണ്ട് ഞങ്ങളുടെ സ്ഥലത്ത്. അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് പൂജ കാര്യങ്ങൾക്കൊക്കെ അവരെ പൂക്കൾ പറിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അവരെ പൂജയ്ക്കായിട്ടുള്ള സാധനങ്ങൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുകയൊക്കെ ആയിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ഇഷ്ടമുള്ള ദൈവത്തിന്റെ പേര്. ഞാൻ കണ്ണും അടച്ചു പറഞ്ഞു, ഞാൻ ശ്രീകൃഷ്ണ ഭക്തനാണെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണഭക്തനാണെന്ന് പറഞ്ഞപ്പോ സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സന്തോഷിന് കൃഷ്ണൻ ജീവിച്ചതുപോലെ, അല്ലെങ്കിൽ സന്തോഷ് ഇഷ്ടപ്പെടുന്ന ദൈവം ജീവിച്ചതുപോലെ സന്തോഷിന് ജീവിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ വന്നിട്ട് നിങ്ങളുമായിട്ടുള്ള ഇതിനുള്ള മറുപടി പറയാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഞങ്ങളുടെ ഈ രാമായണം, ഭാഗവതം, അതുപോലെ തന്നെ ഭഗവത്ഗീത, ഉപനിഷത്തുകളൊക്കെ നന്നായി വ്യാഖ്യാനിക്കും. എനിക്ക് സംസ്കൃത ഉച്ചാരണം എനിക്ക് വായിക്കാൻ അറിയാം. അതുപോലെ തന്നെ ചെറുപ്പം മുതൽ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് വായിക്കാൻ, സാരം പറയാനൊക്കെ എനിക്കറിയാം. അങ്ങനെ ഈ സ്ഥലത്ത് ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ അവിടെ ഞങ്ങളുടെ ഒരു വയസ്സായിട്ടുള്ള ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മച്ചിയുണ്ട്, ഒരു അമ്മൂമ്മയുണ്ട്. അവരോട് ഞാൻ പോയി സംസാരിച്ചു. അങ്ങനെ അവർ ഇതൊക്കെ തുറന്ന് ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞപ്പോ അവർ വേറെ രീതിക്ക് വ്യാഖ്യാനിച്ചു. പക്ഷെ എൻ്റെ അകത്ത് എനിക്ക് ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി, എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യത്തിലുള്ള ആളല്ല എന്നുള്ള മനസ്സിൽ ഞാൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു. പിറ്റേ ദിവസം അതേ സമയമാകുമ്പോൾ വരുമല്ലോ, 6 മണിയായപ്പോൾ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ എനിക്ക് അദ്ദേഹത്തെ പോലെ ജീവിക്കാൻ പ്രയാസമാണ്. കാരണം ഒട്ടനവധി വൈരുദ്ധ്യാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിനകത്ത് കണ്ടു. അതുകൊണ്ട് തന്നെ എനിക്ക് അതുപോലെ ജീവിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞു. അപ്പോ ആ ദേവദാസൻ ഒരു പുതിയ നിയമത്തിന്റെ ഒരു ബൈബിൾ എടുത്ത് എന്റെ കയ്യിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, ഈ പുസ്തകം ഒന്ന് സന്തോഷം ഒന്ന് വായിച്ചു നോക്ക്, ഇതിനകത്ത് ഉള്ള യേശു എങ്ങനെയുള്ള ആളാണെന്ന് പരിശോധിക്കാം. ഞാൻ അന്ന് തന്നെ വന്നു, ഞാൻ മത്തായി സുവിശേഷം മുഴുവനായിട്ട് ഞാൻ വായിച്ചു. ഒരു കഥാബുക്ക് വായിക്കുന്ന ലാഘവത്തിലാണ്, അതെനിക്ക് അറിയത്തില്ല അന്ന് ഞാൻ വായിച്ചത്. പക്ഷേ എന്നെ ഒരു വാക്യം അങ്ങ് സ്ട്രൈക്ക് ചെയ്തു. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം എന്നെ സ്ട്രൈക്ക് ചെയ്തു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരും, എന്റെ മുഖം മൃദുവും എന്റെ മുഖം ലഘുവുമാണെന്നുള്ള ആ വാക്യം എന്നെ അങ്ങ് സ്ട്രൈക്ക് ചെയ്തു. പ്രിയപ്പെട്ടവരെ, അന്ന് ആ വാക്യം എൻ്റെ അകത്ത് ഇത് വായിച്ച് ഞാൻ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിനകത്ത് ഞാൻ വായിച്ച ഈ വ്യക്തി അതുപോലെ ജീവിക്കാൻ കഴിയണമെങ്കിൽ അങ്ങനെ ജീവിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുമോ എന്ന് ഞാൻ ദേവദാസനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായിട്ടും അതിന് കഴിയും. അന്നേരം അദ്ദേഹത്തിന്റെ സാക്ഷ്യം പറഞ്ഞു. അന്നേരം ആ സാക്ഷ്യം കേട്ട് കഴിഞ്ഞ ശേഷം എൻ്റെ അകത്ത് ചിന്തയുണ്ടായി, നിശ്ചയമായിട്ടും ഈ ലോകത്തിൽ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന, ഞാൻ ഒത്തിരി അനവധി പൂജകൾ കഴിക്കാൻ സഹായത്തിൽ നിന്ന ആളാണ്. അപ്പോ ഒട്ടനവധി പൂജകളുണ്ട്. പക്ഷെ പാപപരിഹാര പൂജ എന്ന് പറഞ്ഞൊരു പൂജ ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ പാപത്തിന്റെ പരിഹാരം വരുത്തുന്ന ഒരു പൂജ ഉണ്ടെങ്കിൽ, എന്റെ അന്നത്തെ ചിന്തയാണ്, ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഒരു പാപവിമുക്തമായിട്ടുള്ള ജീവിതത്തിൽ ഞാൻ തുടരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ അന്ന് രാത്രി ഞാൻ ചോദിച്ചു, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഈ യേശുവിനെ വിശ്വസിക്കുന്നത് വളരെ ലളിതമാണ്. നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറയണം. അത് അങ്ങനെ പറഞ്ഞ ആ വാക്യമൊക്കെ എടുത്ത് പറഞ്ഞ് അങ്ങനെ ഞാൻ അന്ന് രാത്രി മുഴങ്കാൽ മടക്കി, ഞാനും ഒരു സുഹൃത്തും, ഞങ്ങൾ രണ്ടുപേരും കേട്ടു, രണ്ടുപേരും അന്ന് മുഴങ്കാൽ മടക്കി അന്ന് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്നുള്ളത് ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുന്നു. അന്നൊരു പുതിയ സൃഷ്ടിയാകുവാൻ ദൈവം എന്നെ സഹായിച്ചു. എനിക്കറിയത്തില്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ
കയറിയതുപോലെയല്ല, ഇറങ്ങിയപ്പോൾ എൻ്റെ ജീവിതം ആകപ്പാടെ മാറിയതുപോലെ എനിക്ക് തോന്നി. എൻ്റെ ശരീരത്തിൽ എന്തോ ഒരു വലിയൊരു മാറ്റം, ഒരു തേജസ് വന്നതുപോലെ എനിക്ക് തോന്നി. അന്ന് വരെ തുടർന്ന് വന്ന ഒറ്റ രാത്രി കൊണ്ടാണ് എൻ്റെ ആ പല സംഗതികളും ഞാൻ അവസാനിപ്പിച്ചത്. അതായത് 17 വർഷം ഈ നെറ്റിയിൽ കുറിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഹോബിയാ. അത് ഞാൻ വ്യത്യസ്ത നിലയിൽ ഞാൻ കുറിവെക്കുമായിരുന്നു. പല രീതിക്ക് ഞാൻ നെറ്റിക്കകത്ത് ഈ ഈ കുറി ഇങ്ങനെ വെക്കുമായിരുന്നു. അന്ന് രാത്രി ആ എടുത്ത തീരുമാനത്തിന് മുമ്പിൽ എനിക്കറിയത്തില്ല ദൈവാസനെ, ദൈവമക്കളെ, ഞാനത് ഭവനത്തിൽ വന്ന ശേഷം എനിക്ക് പിന്നെ അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം എൻ്റെ അകത്ത മനുഷ്യനിൽ ഇങ്ങനെ ആരോ പറയുന്നത് പോലെ തോന്നി. പിറ്റേ ദിവസം രാവിലെ പൂജ കഴിക്കാൻ അമ്പലത്തിൽ സഹായത്തിന് പോകേണ്ട ഒരാളാണ് ഞാൻ. പക്ഷെ അന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഹൃദയത്തിൽ കഴിഞ്ഞ രാത്രി സ്വീകരിച്ച ആ യേശു എൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത എൻ്റെ അകത്ത് വരികയും പിറ്റേ ദിവസം മുതൽ ഞാൻ എൻ്റെ സകല കോണ്ടാക്റ്റുകളെയും സകലതിനെയും ഞാൻ അതിനെ ഉപേക്ഷിക്കുവാനിടയെ തീർന്നു. ഞങ്ങളായിരിക്കുന്ന സഭയുടെ ദേവദാസൻ ഇങ്ങനെ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോ കേൾക്കാറുണ്ട്. ഒരിക്കൽ ചെങ്കടൽ കടന്നവർ പിന്നെ മിസ്രൈമിലേക്ക് പോകത്തില്ലെന്ന്. ഹല്ലേലൂയ! ദൈവം അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നു. അന്ന് രാത്രി തന്നെ സകലത്തിനോടും വിട പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി, അല്ല എൻ്റെ പിതാവായി, അല്ല എൻ്റെ സ്വന്തം ഡാഡിയായി ഞാൻ അന്ന് സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ സുഹൃത്തുക്കൾ, മദ്യപാനത്തിന് വേണ്ടി വരുന്ന സുഹൃത്തുക്കൾ, അവർ അന്ന് പതിവ് പോലെ വന്നു. അവരോടും ഞാൻ ടാറ്റ പറഞ്ഞു. ഞാൻ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവരെന്നോട് കളിയാക്കി ചിരിച്ചു. അങ്ങനെ 30ഓളം വരുന്ന സുഹൃത്തുക്കൾ ഒറ്റ ആഴ്ച കൊണ്ട് എന്നിൽ നിന്ന് അകലപ്പെട്ടു. എൻ്റെ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ സാഹചര്യങ്ങളും എനിക്ക് മനസ്സിലായി ഞാൻ വേറെ ഏതോ ലോകത്തിലാണെന്ന് പറയുമാറ് മൊത്തം തല തിരിഞ്ഞുപോയി. കാരണം പണ്ടുവയിലൊന്നും ഞാൻ പോകാതെ ആയപ്പോൾ സിനിമയ്ക്ക് വിളിച്ചാൽ പോകത്തില്ല, മറ്റ് മദ്യപാനത്തിന് വിളിച്ചാൽ പോകത്തില്ല, സിഗരറ്റ് വലിക്കാൻ വിളിച്ചാൽ പോകത്തില്ല. അങ്ങനെ ഒരു നിലയിലായപ്പോൾ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രിയ ദൈവമക്കളെ, ദേവദാസന്മാരെ, എൻ്റെ ജീവിതത്തിൽ അന്ന് മുതലാണ് ആ ശക്തമായിട്ടുള്ള വലിയ പ്രതിസന്ധികൾ ആരംഭിക്കുവാനിടയിൽ തീർന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി അറിഞ്ഞു. ആദ്യം എൻ്റെ പ്രത്യേകിച്ച് എനിക്ക് പ്രതികൂലം നേരിടേണ്ടി വന്നത് എൻ്റെ പിതാവിൽ നിന്നായിരുന്നു. ഒട്ടനവധി സാഹചര്യങ്ങളിൽ പ്രതികൂലം ഞാൻ അതിലോട്ട് കടന്നു വരും. എൻ്റെ പിതാവ് അതിൽ പ്രതികൂലം ഉണ്ടാക്കുന്നതിൽ നമ്പർ 1 ആയിരുന്നു. ഞാൻ ഈ മതം മാറി എന്നുള്ളൊരു ആശയത്തിലേക്ക് എൻ്റെ പിതാവ് വന്നു. മദ്യപിച്ച് അതിലേതിലും നടന്ന സമയത്തൊന്നും എന്നെ ഉപദേശിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ യേശുവിനെ അറിഞ്ഞ് ആ ഒരു ദേവദാസൻ കൊണ്ടു തന്ന ആ ബൈബിൾ കൊണ്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ, ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ പ്രതിസന്ധിയായി. എൻ്റെ വീട്ടിൽ സംസാരം തുടങ്ങി. ഇവൻ മതം മാറി, ഇവൻ അമ്പലത്തിൽ പോകുന്നില്ല, ഇവൻ ഇന്ന ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ തുടങ്ങി. എന്തിനു പറയുന്നു പ്രിയപ്പെട്ടവരെ, എൻ്റെ പിതാവ് എന്നെ ഉപദ്രവിക്കുവാനും കൂടെ തുടങ്ങി. ഞങ്ങൾക്ക് സ്തോത്രം, ഇതിനിടയിൽ ഒരു വലിയൊരു മിറാക്കിൾ നടന്ന കാര്യം ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജനനത്തെങ്കിൽ എൻ്റെ പിതാവ് പറഞ്ഞു ഇവന്റെ തല കണ്ടതുകൊണ്ടാണ് എൻ്റെ എല്ലാം പോയതെന്ന്. പക്ഷേ ഞാൻ വീണ്ടും ജനിച്ച, അതായത് ഞാൻ ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷകനായി അതായത് ഏറ്റെടുത്ത് ഞാൻ പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ വ്യക്തിയായി വീണ്ടും ജനിച്ചപ്പോൾ എൻ്റെ പിതാവിന് ഒരു സമയത്ത് 17 വരെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ ഒരാരംഭം എന്ന വണ്ണം ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ പിതാവ് വീണ്ടും ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ചായക്കട എൻ്റെ പിതാവ് ആരംഭിക്കുവാൻ തക്കവണ്ണമുള്ള വഴികളെ ദൈവം തുറന്നു കൊടുത്തു. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം എൻ്റെ പിതാവ് ആ ചായക്കട നടത്തവെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. കാരണം എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് എനിക്ക് തടസ്സമുണ്ടായിരുന്നു. എൻ്റെ പിതാവ് അവിടെ ഹോട്ടലിൽ ചായക്കടയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ പിതാവിനെ സഹായിക്കാനൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുക പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനാ സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ അപ്പൊ ഈ ചായ കുടിക്കാൻ വരുന്ന പണിക്കാരുടെ തിരക്കുള്ള സമയം. അതുകൊണ്ട് എൻ്റെ പിതാവിന് അത് തീർത്തും ഇഷ്ടമല്ല. അതിന്റെ നിമിത്തം എന്നും നല്ല പോലെ മോശമായിട്ടുള്ള വാക്കുകൾ പരസ്യമായിട്ട് പറയും. ഈ വടയെടുക്കുന്ന ഈ കരണ്ടി കൊണ്ട് എന്നെ അടിക്കുമായിരുന്നു, ഗ്ലാസ് കൊണ്ട് എന്നെ എറിയുമായിരുന്നു. ഈ പ്രയറിന് പോകുന്നത് സംബന്ധിച്ചിട്ടുള്ള വിഷയം. അതിന് കാരണം അടുത്തുള്ള അന്ന് ആളുകൾ ഇതിനെ എരിവ് കയറ്റി കൊടുക്കുന്നത് കൊണ്ടും എൻ്റെ പിതാവിന് അതിന്റെ കോപം ഒന്നും കൂടെ ജ്വലിക്കുവാനിടയെ തീർന്നു. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ.
ഞാൻ രക്ഷിക്കപ്പെട്ടതോടെ, ഞാൻ ദൈവകൃപയിലായതോടെ 2006 ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. ഇതോടെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയതോടെ എൻ്റെ നാട്ടിലുള്ള ആളുകളെല്ലാവരും ഈ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഈ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവർ അറിയുവാനിടയെ തീർന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ അന്നായിരുന്ന നായർ സമുദായത്തിന്റെ സൊസൈറ്റി ഈ കാര്യം അറിയാനിടയെ തീർന്നു. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് ഞാൻ അല്പസമയത്തിനുള്ളിൽ അതിലോട്ട് വരും. എന്റെ പിതാവ് ഇങ്ങനെ ഈ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നതുകൊണ്ട്, ഈ അടുത്തുള്ള ആളുകളൊക്കെ അറിയുന്നത് കൊണ്ട്, ഈ ആളുകളെല്ലാം വന്ന് എന്റെ പിതാവിനോട് അതും ഇതുമൊക്കെ ഓരോ, ഇവനെ അവിടെ വെച്ച് കണ്ടു, ഇന്ന പ്രാർത്ഥന ചർച്ചിന് മുമ്പിൽ വെച്ച് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ തിരിച്ചു വരുമ്പോൾ എനിക്ക് നല്ല കോള. അപ്പൊ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് എൻ്റെ ഈ നായർ സമുദായത്തിന്റെ സൊസൈറ്റി എഴുന്നേൽക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയപ്പെടുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടു ദൈവസന്നിധിയിൽ. അതിനോടകം തന്നെ ഞാൻ 2006 കഴിഞ്ഞ് 2007 ഞാൻ 2007 ഏപ്രിൽ മാസം 15-ാം തീയതി കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ ജലത്തിൽ സാക്ഷീകരിച്ചു. കർത്താവ് സ്നാനമേറ്റു. ഞാൻ അങ്ങനെ സ്നാനപ്പെട്ടതോടുകൂടെ തന്നെ എൻ്റെ ദേശത്ത് ഞാനൊരു പൂർണ്ണ പെന്തക്കോസുകാരനായി എന്നുള്ളതായി. എൻ്റെ പേര് മാറ്റി, മത്തായി സന്തോഷ് എന്ന് എൻ്റെ പേര് മാറ്റി. എല്ലാവരും മത്തായി സന്തോഷ് എന്ന് വിളിക്കാറ് എന്നെ. ആ ദേശം കളിയാക്കി വിളിക്കുന്നതാ, മത്തായി സന്തോഷ് എന്ന് വിളിക്കും. അതിലൂടെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ അവിടെ നിന്ന് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞ് അവരെ കളിയാക്കി ചിരിക്കും, കൈയടിച്ച് ചിരിക്കും. ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് ഞാൻ മാറി. അപ്പോൾ അത് കുറെ വർഷങ്ങൾ അങ്ങനെ നീണ്ടു. പിന്നെ ഇപ്പൊ അത് പറയുന്നില്ല, ദൈവത്തിന് മഹത്വം. അപ്പോൾ അത് കുറെ വർഷം അങ്ങനെ നീണ്ടു. അങ്ങനെ ഇരിക്കവെയാണ് ഈ ഞങ്ങളുടെ സമുദായം, NSSന്റെ സമുദായത്തിന്, നായർ സമുദായത്തിന് ഒരു പ്രശ്നമാകത്തക്ക വിധത്തിലുള്ള സംഭവം ഉണ്ടായത്. അതെങ്ങനെയെന്നാൽ, ഒരു ദിവസം എൻ്റെ അച്ഛനെ സഹായിക്കുന്നത് ചായക്കടയിൽ ഞാൻ പതിവായതുകൊണ്ട്, അങ്ങനെ ഒരു ദിവസം ചായ കൊണ്ട് ഒരു ദിവസം ഒരു പണിസ്ഥലത്തിലേക്ക് ഞാൻ പോകുന്ന കൂട്ടത്തിൽ നടന്നു പോവുകയാണ്. ചായ കൊണ്ട് നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരു ഭവനത്തിന്റെ മുമ്പിൽ എത്തിയപ്പോൾ എൻ്റെ അകത്ത് ആരോ പറഞ്ഞു, ഈ ഭവനത്തിൽ കയറി ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കണമെന്ന് ഇങ്ങനെ പറയാനിടയെ തീർന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, എനിക്കിപ്പോ ദാഹിക്കുന്നില്ലല്ലോ, പക്ഷെ എന്തുകൊണ്ടാണ് വെള്ളം ചോദിക്കാൻ? ഞാൻ പറഞ്ഞു, വെള്ളം ചോദിക്കാന്ന് എൻ്റെ ശക്തമായിട്ട് എൻ്റെ അകത്ത് ഒരു ആത്മാവിൽ പ്രേരണ ഉണ്ടായതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ കയറി. എനിക്ക് അറിയാവുന്ന വീടാണ്, എൻ്റെ സുഹൃത്തിന്റെ വീടാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ അവിടെ കയറി ചോദിക്കേണ്ട കാര്യമില്ല ചിന്തിച്ചെങ്കിൽ എൻ്റെ അകത്തുള്ള പ്രേരണ കൊണ്ട് ഞാൻ ആ വാതിലിൽ കുറെ നേരം കുറച്ചു നേരം മുട്ടിയിട്ടും തുറന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്നു. എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു. അങ്ങനെ അവിടെ അകത്തുനിന്ന് പുറത്തു വന്ന ആ സഹോദരി എനിക്കറിയാവുന്നതാണ്, എൻ്റെ സുഹൃത്തിന്റെ മാതാവാണ്. അവര് വെള്ളം കൊണ്ടു തന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്ത് ആരോ, ഇന്ന് എനിക്കതറിയാം, അത് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടതാണെന്ന്. പക്ഷെ അന്ന് എനിക്കത് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ എന്നോട് പറഞ്ഞു, നിന്റെ സാക്ഷി ഒന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് എന്നെ കൊണ്ട് അറിയാവുന്ന രീതിക്ക് എൻ്റെ സാക്ഷ്യം ദൈവദാസനെ ഞാൻ അങ്ങ് പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ അങ്ങ് പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വെള്ളത്തിന് ഗ്ലാസും കൊടുത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ, അതായത് ചായ കൊടുക്കാൻ പോയി. എന്നാൽ അന്ന് വൈകുന്നേരം 6:30 ആയപ്പോൾ ഞാൻ കടയിൽ സാധനം വാങ്ങാൻ പോയ സമയത്ത് ഈ ഭവനത്തിലുള്ള സഹോദരിയും അവരുടെ അനിയത്തിയും രണ്ടുപേരും ചേർന്ന് എൻ്റെ ആയിരിക്കുന്ന ആ ഭവനത്തിൽ കടന്നു വന്നു. ആ ഭവനത്തിൽ കടന്നു വന്നേച്ച് ഇവരെ എനിക്ക് വേണ്ടി കാത്തിരിക്കും. അപ്പൊ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വന്ന സമയത്ത് ഇവരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങൾ വന്നതെന്ന് ചോദിച്ച സമയത്ത്, ഇന്ന് രാവിലെ സന്തോഷ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും വാഴയ്ക്കടിക്കായിരുന്ന ഒരു മരുന്ന് ഫ്യൂരിഡ എന്ന് പറയും, ആ മരുന്ന് കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്ലാനിൽ നിൽക്കുകയായിരുന്നു. കാരണം അവർ വലിയൊരു കടഭാരത്തിന്റെ നിമിത്തം വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. ഞാൻ ആ സമയത്താണ് അങ്ങോട്ട് കയറി ചെല്ലുന്നതും അവർ ആ ചായയിൽ ഒഴിച്ച് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് തൊട്ടു മുമ്പാണ് ഞാൻ അവിടെ കയറുന്നത്. അങ്ങനെ ഒരു തീരുമാനം മാറ്റി അന്ന് വൈകുന്നേരം തന്നെ ഞാൻ, അന്ന് പാസ്റ്ററോ ഒന്നുമല്ല, പക്ഷേ എനിക്കറിയാവുന്ന ഭാഷ പറഞ്ഞ്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന രക്ഷയുടെ വചനം എന്നോട് പറഞ്ഞ, ദേവദാസൻ പറഞ്ഞ വാക്യങ്ങളൊക്കെ എടുത്ത് അന്ന് വൈകുന്നേരം ആ രണ്ടുപേരും എൻ്റെ ഭവനത്തിൽ വെച്ച് രക്ഷിക്കപ്പെടുവാനിടയെ തീർന്നു. അവർ ക്രിസ്തുവിനെ അറിയുവാനിടയെ തീർന്നു. അത് നിമിത്തം ഞാൻ ചർച്ചിൽ പോകുന്നത് ഭയന്ന് പറച്ച് ബൈബിളിനെ ഒരു കവറിനകത്തിട്ട് എൻ്റെ ഷർട്ടിന്റെ അടിയിൽ ഒളിപ്പിച്ചും മറ്റു സ്റ്റുഡൻസിൻ്റെയിലൊക്കെ കൊടുത്തിട്ടും, അവിടെ എൻ്റെ അച്ഛൻ കാണരുത്, നാട്ടുകാർ കാണരുത്, കണ്ട പ്രശ്നമാണ്. അത് 17 വയസ്സേ എനിക്ക് ഉള്ളൂ. ആ സമയം 17-18 വയസ്സിലോട്ട് കയറുന്ന സമയമാണ്. അപ്പോ ഞാൻ അങ്ങനെയൊക്കെ പാത്തും പതുങ്ങിയൊക്കെ പോകും. പക്ഷേ ഈ സഹോദരി അങ്ങ് ഈ അറിഞ്ഞ സന്തോഷത്തിന്റെ പേരിൽ, അവര് നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. അവര് നേരെ ഞാൻ ചർച്ചിലാ പോകുന്നെന്ന് പറഞ്ഞ് ഇവർ അങ്ങ് പോകാൻ തുടങ്ങി.
ഇവര് അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന നായർ സമുദായത്തിൽ സഹോദരിമാരുടെ സംഘത്തിലൊക്കെ വലിയ ഉത്സാഹിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ആ സാഹചര്യത്തിലാണ് ഇവർ ഈ രക്ഷയിലേക്ക് വരുന്നത്. അത് നിമിത്തം അവിടെ എല്ലാവരും അറിഞ്ഞു ഇത് കൊണ്ടുപോയത് ഈ ചെറുക്കൻ, ഈ സന്തോഷാണ് ഇവരെ കൊണ്ടുപോയത് എന്നുള്ളത് കൊണ്ട് അത് നിമിത്തം ഭയങ്കരമായിട്ട്, ഞാൻ പോയത് അറിഞ്ഞില്ല, പക്ഷെ ഇദ്ദേഹം പോയത് ഇവർ വന്നത് അറിഞ്ഞു. അങ്ങനെ അത് നിമിത്തം വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാകുവാനിടയെത്തുന്നു. അങ്ങനെ ഞങ്ങളുടെ കടയിലേക്ക് വന്ന് ഒരു കൂട്ടം പ്രമാണിമാർ വന്ന്, നായർ സമുദായത്തിൽ ആ പ്രമാണിമാർ വന്ന് നാളെ അതൊരു വെള്ളിയാഴ്ച വന്ന്, നാളെ മോർണിംഗിൽ ഒരു മീറ്റിംഗ് ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്, ആ മീറ്റിംഗ് നിശ്ചയമായിട്ട് നീ കടന്നു വരണമെന്ന് എന്നോട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു 10-10:30 ആയപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് ആ സമുദായത്തിന്റെ ആ ബിൽഡിങ്ങിലേക്ക് കടന്നു പോവുകയാണ്. ഒരു 110ഓളം, എന്റെ കണ്ണിൽ എണ്ണാൻ പറ്റിയ 110ഓളം വരുന്ന ആളുകൾ അതിനകത്ത് ഇരിക്കുന്നുണ്ട്, സഹോദരന്മാർ. എന്നെ കണ്ടുകൊടുത്തന്നെ അവർ വളരെ ആക്രോശിച്ചു, ഇവനാണ് മതം മാറ്റിയത്, ഇവനാണ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ ഒത്തിരി ആളുകൾ സംസാരിച്ചു. അതിനകത്ത് എല്ലാവരുടെയും വാക്കുകളെ ശമിപ്പിച്ച് ഒരു വ്യക്തി അവിടെ നിന്ന് എഴുന്നേറ്റു. ആ ട്രഷറാണ് പുള്ളി. എഴുന്നേറ്റ് പറഞ്ഞു, ഇനി മേലാൽ നീ ഈ മതം മാറ്റത്തെ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനിയാവാൻ പോയാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞങ്ങൾ ഒതുക്കി വെക്കാൻ പോകും. നിങ്ങളുടെ വീട്ടിൽ മരണമുണ്ടായാലും കല്യാണത്തിനോ ഒരു സംഗതിക്കും ഞങ്ങൾ ഒരാളും വരത്തില്ല, നിങ്ങൾ ഒതുക്കി വെക്കാൻ പോവുകയാണെന്ന് പറയാൻ തോന്നുന്നു. നിങ്ങളുടെ മെമ്പർഷിപ്പ് കട്ട് ചെയ്യാൻ പോകുന്ന ഒറ്റ വാക്കിൽ അങ്ങ് തറപ്പിച്ച് പറഞ്ഞു. ഇത് കേട്ട ഉടൻ തന്നെ ഞാൻ അതുവരെ വിറച്ചോണ്ടാണ് നിൽക്കുന്നത്. കാരണം അവരൊക്കെ എനിക്കറിയാം, അവരൊക്കെ അധികായകന്മാരാ, വളരെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ മതിയായ ആളുകളാണ്. ഞാൻ വിറച്ചുകൊണ്ട് 17-18 വയസ്സുള്ള പ്രായമുള്ള ഞാൻ വിറച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷേ സത്യം പറയാം എന്റെ ദൈവമക്കളെ, എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇന്നത് എനിക്കറിയാം. ദൈവത്തിന്റെ ആത്മാവ് തിരുവചനത്തിൽ വായിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ നമ്മൾ പറയേണ്ടത് തക്ക സമയത്ത് പറയുവാനുള്ള വാക്ക് ദൈവം തരുന്നു. അന്ന് എനിക്ക് അത് അറിയത്തില്ല, പക്ഷെ ഞാൻ എന്നെ അറിയാതെ ഞാൻ പറയുകയാണ്. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പിതാക്കന്മാർക്കും സഹോദരന്മാർക്കും പാലക്കാടൻ ഭാഷയിൽ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ മെമ്പർഷിപ്പ് ഇവിടത്തെ കട്ട് ചെയ്യാം, പക്ഷെ എന്റെ മെമ്പർഷിപ്പ് ഇപ്പൊ ഇവിടെയല്ല, എന്റെ മെമ്പർഷിപ്പ് സ്വർഗത്തിലാണ്. അത് നിങ്ങൾക്ക് ആർക്കും കട്ട് ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഞാൻ അത് പറഞ്ഞ ഉടൻ തന്നെ വളരെ കലുഷിതമായി കോപത്തോടെ എന്നെ ആക്രോശിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാം ഒറ്റ നിമിഷം സ്റ്റാച്യു ആയതുപോലെ എന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ഇനിമേൽ നിങ്ങൾക്ക് ഒന്നും എന്നോട് ചോദിക്കാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി ഒരൊറ്റ ഓട്ടമായിരുന്നു. പ്രിയ ദൈവമക്കളെ, പിന്നീട് ഞാൻ അവിടെ ഇതുവരെയും കയറേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ ആ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസത്തിന്റെ സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രധാനപ്പെട്ട പ്രതികൂലങ്ങൾ. ഇനി എന്റെ ഫാമിലി പരമായിട്ടുള്ള, അതായത് എന്റെ പിതാവിൽ നിന്നുണ്ടായ 1-2 കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ട് പറയാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. എന്റെ പിതാവ് ഞാൻ പറഞ്ഞല്ലോ വിശ്വാസത്തിലല്ലാത്തതുകൊണ്ട് എല്ലാ സമയവും കടയ്ക്കകത്ത്, അതായത് ചായക്കടയ്ക്കകത്ത് വിവിധ ആളുകൾ വരും, വിവിധ നാനാ ആളുകൾ വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ ഈ വിഷയം ഇവർക്ക് നിത്യം ഒരു വിഷയമായിട്ട് അങ്ങ് മാറി. അതിൽ പ്രധാനപ്പെട്ട 3 ആളുകളുണ്ട്. ഒന്ന് ഒരു ലോഡിംഗ് പണിക്കാരനാണ്, 2 ഒരു ടാക്സി ഡ്രൈവറാണ്, 3 ഒരു ഓട്ടോക്കാരനാണ്. ഇവര് 3 പേരും എന്നെ എന്നും ഈ വഴക്ക് കേൾപ്പിക്കുന്നതിലും തല്ലു വാങ്ങിത്തരുന്നതിലും ഇവര് മുഴുവനായിട്ട് എന്നും ഈ ഒരു കാര്യത്തിൽ അവര് മുൻപന്തിയിലും. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല കൂടുതലായിട്ട്. പിന്നീട് സ്തോത്രം, ഇന്ന് ആ 3 പേരും ഇന്ന് ലോകത്തിലില്ല. ഒരാള് ക്യാൻസർ വന്ന് മരിച്ചു, പെട്ടെന്ന് ഒരു ലോഡിംഗ് കാരണം അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് മരിച്ചു. ഒരാള് ഒരു വിഷം കുടിച്ച്, മദ്യത്തിൽ വിഷം കഴിച്ച് ആ ടാക്സി ഡ്രൈവർ മരിച്ചു. വേറൊരാള് ഒരു യൗവനക്കാരനാണ്, അദ്ദേഹം ഹാങ് ഡെത്ത് ചെയ്തു, സൂസൈഡ് ചെയ്തു. ഇങ്ങനെ അവരാരും ഇന്ന് ലോകത്തിലില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി എന്നെ തല്ലുവാങ്ങി തന്ന, എന്നെ കളിയാക്കിയ ആളുകളിൽ 3 പേരാണ് ഇവർ 3 പേർ. ഓക്കെ, ആ ഭാഗം ഞാൻ വിടുകയാണ്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരട്ടെ. എന്റെ പിതാവ് ഒരു ദിവസം, ഞാൻ ഒരു ഉപവാസ പ്രാർത്ഥന 3 ദിവസം ഉപവാസത്തോടെ ആയിരിക്കുന്ന സമയത്ത് ഒരു അടുത്തുള്ള ഒരു ഓട്ടോ സഹോദരൻ തന്നെ വന്നിട്ട് പറഞ്ഞു, എന്റെ ജീവനോടെയുള്ള എന്റെ പിതാവിനെ ഒന്ന് എരിവ് കയറ്റാൻ വേണ്ടി എന്റെ പിതാവിനോട് പറഞ്ഞു, എന്റെ അച്ഛന്റെ പേര് മോഹൻദാസ് എന്നാണ്, മോഹനേട്ടാ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, ജീവനോടെയുള്ള എന്റെ പിതാവിനോട് ചോദിക്കുക, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നായർ സമുദായ പ്രകാരം കത്തിക്കുവോ, അതായത് ദഹിപ്പിക്കുവോ, അല്ല നിങ്ങളുടെ മകൻ പോകുന്ന പെന്തക്കോസ്തിന്റെ പ്രകാരം നിങ്ങൾ കുഴിച്ചിടുവോ എന്ന് ചോദിച്ചു. ജീവനോടെയുള്ള എന്റെ പിതാവിനോട്, അല്ലെങ്കിൽ എന്റെ പിതാവിന് ഇത് ഇഷ്ടമല്ല. അപ്പൊ ഈ സമയത്ത് ഈ കാര്യം കൂടെ കേട്ടപ്പോ എന്റെ പിതാവിന് കുറച്ചും കൂടെ കോപം കൂടി ഒരു ഗ്ലാസ് എടുത്ത് എന്റെ നേരെ എറിഞ്ഞേച്ച് പറഞ്ഞു, ഞാൻ 3 ദിവസം ഉപവാസമാണ് ആ സമയം, എന്റെ മുഖത്ത് നോക്കി എന്റെ ദേഹത്തേക്ക് ഗ്ലാസ് എടുത്ത് എറിഞ്ഞേച്ച് പറഞ്ഞു, ഇവൻ അല്ല
എൻ്റെ പിതാവ് പറഞ്ഞത്, അതായത് നാടൻ ഭാഷയിലെ പറഞ്ഞത്, ഞാനത് പറയുന്നില്ല. എൻ്റെ പിതാവ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിന്നെയല്ല ഞാൻ ജനിച്ചത് നായരായിട്ടാണെങ്കിൽ മരിക്കുന്നത് നായരായിട്ട് ഞാൻ മരിക്കത്തുള്ളൂ എന്ന് എൻ്റെ പിതാവ് പറഞ്ഞു. അതങ്ങ് എന്നെ വല്ലാതെ അങ്ങ് മുറിവേൽപ്പിച്ചു. അന്ന് എൻ്റെ പിതാവ് അവിടെ ആയിരിക്കുന്ന ചായക്കടി കുടിച്ച ഗ്ലാസ് കഴുകിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ ദൈവത്തോട്, അന്ന് ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പിതാവും മാതാവും അപ്പൊ രക്ഷിക്കപ്പെടത്തില്ലേ? ഇവര് ഇങ്ങനെ തന്നെയാണോ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കരയാനിടയിൽ തുടർന്നു. അപ്പൊ ഞാൻ കരഞ്ഞപ്പോ എൻ്റെ കണ്ണിലുള്ള വെള്ളം ആ കഴുകുന്ന പാത്രത്തിൽ ധാരധാരിയായിട്ട് വീണുകൊണ്ടിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ പോയിട്ട് ദൈവസന്നിധി കുറെ കരഞ്ഞു, കർത്താവെ, എൻ്റെ പിതാവും മാതാവും രക്ഷിക്കപ്പെടത്തില്ലേ എന്നുള്ളത് പറഞ്ഞ് ഞാൻ കരഞ്ഞു. അന്ന് എൻ്റെ അകത്ത്, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ കർത്താവ് എനിക്കൊരു പുതിയൊരു സ്വഭാവം തന്നു. ആ സ്വഭാവമാണ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. എഴുതി വെച്ച് പ്രാർത്ഥിക്കാനുള്ള ആദ്യത്തെ ഒരു നിയോഗം, ഇന്ന് ഞാൻ ഭാഷയൊക്കെ പറയുമ്പോൾ, നിയോഗം എന്നൊക്കെ പറയുമ്പോൾ അത് ഇന്നത്തെ ഭാഷയാണ്, അന്നൊന്നും എനിക്ക് അറിയത്തില്ല. എൻ്റെ അകത്തൊരു ചിന്ത വന്നു, എഴുതി വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ മാതാവിനും പിതാവിനും ആ സമയത്തേക്ക് 2008 ആ സമയത്ത് ഞാൻ എഴുതി വെച്ചു. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം ഒന്നും നടന്നില്ല. ഏകദേശം 6 വർഷം എടുത്തു. 2008 മുതൽ 2014 വരെ എൻ്റെ മാതാവിനും പിതാവിനും വേണ്ടി ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ആ ഭാഗത്ത് ഒന്ന് ഷോർട്ട് കട്ട് ചെയ്ത് അടുത്ത ഭാഗത്തേക്ക് നീങ്ങേണ്ടത് കൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെ 2014 എൻ്റെ മാതാവും പിതാവും ഒരുപോലെ രക്ഷിക്കപ്പെട്ട് അവരൊരേ സ്നാനക്കുളത്തിൽ 2014 നവംബർ 7 ആര് രക്ഷിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞോ, ആര് സ്നാനപ്പെടത്തില്ലെന്ന് പറഞ്ഞോ, ഞാൻ ജനിച്ചത് നായരായിട്ടാണ് മരിച്ചത് നായരായിട്ടെന്ന് ആര് പറഞ്ഞു, അതേ എൻ്റെ മാതാപിതാക്കൾ ഒരേ സ്നാനക്കുളത്ത് അവർ സ്നാനപ്പെടുവാൻ, ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. എന്നെ അതിശയിപ്പിച്ച പിന്നെ ഒരു കാര്യമുണ്ട്. ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് എൻ്റെ അച്ഛൻ്റെ മദ്യപാനം നിർത്താൻ കഴിഞ്ഞില്ല. അവിടെ ഒത്തിരി ഡോക്ടർമാര് പരിശ്രമിച്ച് നോക്കിയിട്ട് എൻ്റെ പിതാവിന്റെ മദ്യപാനം നിർത്തുവാൻ കഴിഞ്ഞില്ല. 53 വർഷം എൻ്റെ പിതാവ് മദ്യപിച്ചു. പക്ഷേ എന്ന് യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ച് തൻ കർത്താവിന്റെ കൽപ്പനയിലേക്ക് മാറിയോ, 53 വർഷത്തെ മദ്യപാനം എൻ്റെ പിതാവ് പിടിച്ചു നിർത്തിയതുപോലെ സ്റ്റോപ്പാക്കി. സ്തോത്രം. അത് നിമിത്തം എൻ്റെ പിതാവിന് ഒത്തിരി ശരീരത്തിന് സൈഡ് എഫക്ട് ഉണ്ടായി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം എൻ്റെ പിതാവ് 1.5 വർഷമേ ജീവിച്ചിരുന്നുള്ളൂ. അതിനുശേഷം കർത്താവിന്റെ സന്നിധിയിൽ വലിയ പ്രത്യാശയോടെ ഇന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ടു. 2016 എൻ്റെ പിതാവ് സെപ്റ്റംബറിൽ 21 എൻ്റെ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. കാരണം വേറൊന്നുമല്ല, മദ്യപാനം പെട്ടെന്ന് നിർത്തിയത് കൊണ്ട്, കണ്ടിന്യൂസ് എല്ലാ ദിവസവും മദ്യപിച്ചിരുന്ന ആള് മദ്യപാനം നിർത്തിയത് കൊണ്ട് അതിന്റെ സൈഡ് എഫക്റ്റ് ധാരാളം എൻ്റെ പിതാവിനുണ്ടായി. പക്ഷെ എങ്കിലും സ്തോത്രം, ഇന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ പിതാവ് ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൽ മരിക്കുവാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. ഇതൊക്കെ എൻ്റെ വിശ്വാസത്തിന്റെ ഭാഗങ്ങളിൽ നടന്ന സംഗതികളെങ്കിലും ജീവിതത്തിൽ ഒരു ഉന്നമനമോ ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങൾ അതുവരെ പുറത്തു വന്നില്ല. ചായക്കട തുടങ്ങിയതോടെ ഞങ്ങളുടെ പട്ടിണിയുടെ സ്ഥിതി മാറിയെങ്കിലും ഞങ്ങളുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മറ്റ് ജീവിതത്തിലെ ഉപാധികൾക്കൊന്നും യാതൊരു മാറ്റവും വന്നില്ല. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇതിനോടകം തന്നെ ജീവിതത്തിൽ ഇനി ഒരിക്കലും പഠനം വേണ്ട, ലോട്ടറിയോ മറ്റെന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് വരണമെന്ന് ചിന്തിച്ച എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി യേശുവിനെ രക്ഷകനായി, ഞാൻ പറഞ്ഞല്ലോ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം 1.5 വർഷത്തോളം ഏകദേശം ഞാൻ വെറുതെ ഇരുന്നു. അങ്ങനെ ചുമ്മാ ഇരുന്ന എന്നെ കർത്താവ് സഹായിച്ചു. വീണ്ടും ഒരു പുതിയ ആരംഭത്തിൽ കൊണ്ടുവരുവാൻ ദൈവം ഇടവരുത്തി. ഒരിക്കലും എൻ്റെ ചിന്തയിൽ ഇല്ലാതിരുന്ന ഒരു കാര്യമായിരുന്നു തുടർന്നുള്ള പഠനം എന്നുള്ളത്. സുബോധം മുടിയനായ പുത്രന് ലഭിച്ചതുപോലെ ക്രിസ്തുവിനെ അറിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരു സുബോധം വരുവാൻ തക്കവണ്ണം ഇടയാക്കി. അങ്ങനെ പഠനം നിർത്തിയ ഞാൻ വീണ്ടും പഠിക്കുവാൻ +1 +2 പഠിച്ചു. നല്ല മാർക്കോടെ പാസ്സായി. അങ്ങനെ ഈ +1 +2 പഠിച്ചു കഴിഞ്ഞ് മുന്നോട്ട് പോകവെയാണ് പുതിയ എന്തേലും ഒന്ന് പഠിക്കണം എന്നുള്ള ഒരു താല്പര്യം. പക്ഷേ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും തീർത്തും എനിക്കില്ല. പക്ഷേ ആ സമയങ്ങളിൽ
ഭവനങ്ങളിൽ അത് ഞാനിരുന്ന സഭയിൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കവേ ഞാൻ ഉപവാസത്തിലായിരുന്നു. 7 ദിവസമല്ല, ഞാൻ 3 ദിവസം ഉപവാസത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങളായിരുന്ന ആ ദേവദാസിന് ഒരു കാഴ്ചപ്പാട് വന്നു. ഞങ്ങളെ നഴ്സിംഗിന് വിടുന്നു. നഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല അതുവരെ. കമ്പൗണ്ടർ എന്നാണ് ഞങ്ങളുടെ പാലക്കാടൻ ഭാഷ പറയുക. അറ്റൻഡർ അല്ലെങ്കിൽ കമ്പൗണ്ടർ എന്നാ പറയുക. അപ്പൊ അതിന് പഠിക്കാൻ പോകണം എന്നുള്ള ഒരു നഴ്സിംഗിന് പോകണം എന്നുള്ള ഒരു നിയോഗം വെച്ചു. പക്ഷെ അത് പഠിക്കാനും ചെയ്യാനുള്ള അഭിപ്രായം ചോദിച്ചവരെല്ലാം പറഞ്ഞത് അതിനെല്ലാം നല്ല കാശാവും, അത് പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇവരെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ടും ഇല്ല. അപ്പൊ ഇതെങ്ങനെ പഠിക്കാൻ പോകണമെന്ന് അറിയാതെ വല്ലാതെ ഭാരപ്പെട്ട് ഇരുന്നു. അങ്ങനെ വിശ്വാസത്താൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അങ്ങനെ കർത്താവ് തക്ക സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഒരു വിശ്വാസി പശ്ചാത്തലമുള്ള ഒരു കോളേജിൽ നിന്ന് അഡ്മിഷൻ കർത്താവ് തരുവാനിടയെ തുറന്നു. ഇവിടെ ഞാൻ പ്രധാനപ്പെട്ട 1-2 കാര്യം, എന്റെ ജീവിതത്തെ സ്ട്രൈക്ക് ചെയ്ത് എന്നെ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു അത്ഭുത സാക്ഷ്യം അവിടെ നടന്നത്. അത് ഞാനൊന്ന് തൊടുമ്പോൾ അങ്ങനെ പഠിക്കാൻ വന്നു. ഇത് വരുന്നത് 2009 ഞാൻ പഠിക്കാൻ വരുന്നത്. ഞാൻ ഒന്ന് പുറകോട്ട് പോയെന്നുള്ളൂ. രക്ഷയുടെ എന്റെ പിതാവിന്റെ ആ ഒരു സാഹചര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്നാൽ എന്റെ പുറകോട്ട് ഞാൻ ഒന്ന് പോവുകയാണ്. 2009 അങ്ങനെ അഡ്മിഷൻ ലഭിച്ചു. അങ്ങനെ അഡ്മിഷൻ ലഭിച്ചതോടുകൂടെ ഞാൻ ഇവിടെ ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് വന്നുവെങ്കിലും പെട്ടെന്ന് അതിന് അല്പനേരം മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ വെല്ലുവിളി ഉണ്ടായി. പഠനത്തെ സ്റ്റോപ്പ് ആക്കുന്ന നിലവാരത്തിലുള്ള ഒരു പ്രശ്നം നേരിട്ടു. പ്രശ്നം ഇതാണ്: ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണ് പാസ്സാക്കി തരത്തില്ല. കാരണം ഈട് കൊടുക്കാൻ വസ്തുവില്ല, യാതൊരുവിധ ജാമ്യം നിൽക്കാൻ ഒരു മനുഷ്യനില്ല. ഞങ്ങളെ സഹായിക്കാൻ എൻ്റെ മാതാപിതാക്കൾക്ക് പോലും അവർ രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരാരും വരത്തില്ലെന്നും പറഞ്ഞു. അങ്ങനെ ഇരിക്കവെയാണ് ഞങ്ങളുടെ ആയിരിക്കുന്ന SBI എന്ന് പറയുന്ന, അന്ന് SPT ആയിരുന്നു, SPT ബാങ്കിൽ ഞങ്ങൾ പോയി ലോൺ, അവിടെയുള്ള എല്ലാ ബാങ്കിലും കയറി ഇറങ്ങി. അങ്ങനെ ആ ബാങ്കിൽ പോയി ഞങ്ങൾ ലോൺ ചോദിച്ചു. ഒരു ബാങ്കിൽ ആ ലോൺ ചോദിച്ച കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഇനി മേലാൽ ഇങ്ങോട്ട് വരരുത്, നിങ്ങൾക്ക് ലോൺ ഇല്ല എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ ആട്ടിയിറക്കി. പഠനം പകുതി വഴി നിൽക്കുമെന്നുള്ള, കാരണം ഞങ്ങൾ തുടർന്ന് പോകുമ്പോൾ ഫീസ് അടയ്ക്കാതെ ഞങ്ങളെ തിരിച്ചെടുക്കത്തില്ല എന്ന് അവിടുന്ന് കോളേജിൽ നിന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഫീസ് അടയ്ക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഞങ്ങൾ ആ പഠനം മുടങ്ങുമെന്ന് തന്നെ ഞങ്ങൾ ചിന്തിച്ചു. അങ്ങനെ 3 ദിവസം വെച്ച് 3 പ്രാവശ്യം 9 ദിവസം ഞങ്ങൾ ഉപവസിക്കാനിടയെ തുറന്നു. ഞാനും ഒരു സുഹൃത്തും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 9 ദിവസം ഉപവസിക്കാനിടയെ തുറന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു അത്ഭുതം നടന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വഴിയടഞ്ഞു പോയി, ഇനി ഒരിക്കലും പഠനം എന്നൊരു സ്വപ്നം മാത്രമാക്കി നിർത്തുന്ന ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആരാധനയിൽ ഒരു ബോർഡ് കണ്ടിട്ട് ഒരു സഹോദരി ഞങ്ങളുടെ ചർച്ചിൽ ആരാധനയ്ക്ക് വന്നു. പക്ഷേ ഈ സഹോദരി വന്ന് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. പക്ഷെ നമുക്ക് ഇതൊന്നും മൈൻഡിൽ പോകുന്നില്ല. കാരണം അടുത്ത ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഫീസ് അടച്ചില്ലെങ്കിൽ പഠനം മുടങ്ങും. ആളുകൾ അന്ന് തൊട്ടത് പറഞ്ഞാൽ എടുത്തിയാടി പോയതിന്റെ പ്രശ്നമാണ്. പലരും അങ്ങനെ വിശ്വാസികളായിട്ടുള്ളവർ എടുത്തിയാടി പോയതിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അവിശ്വാസികൾ പറഞ്ഞു കുടുംബദൈവത്തിന്റെ ശാപമാണ്, തിരികെത്തിക്കാത്തത് ഒന്നാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വല്ലാത്ത നിലയിൽ ഞങ്ങളെ ഒരു വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു അത്. അങ്ങനെ ആ സഹോദരി വന്നു പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ 3ാമത്തെ ഉപവാസത്തിന്റെ അവസാന ദിവസം, അതൊരു ഞായറാഴ്ച പ്രാർത്ഥനയോടെ തീർന്നു. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു, എന്ത് തന്നെയാലും ഞങ്ങളുടെ കൂടെയുള്ള ദേവദാസൻ പറഞ്ഞു, എന്തായാലും തിങ്കളാഴ്ച നമുക്ക് പോയിട്ട് ബാങ്കിൽ പോയി ഒന്ന് സംസാരിക്കാം. രാവിലെ പോകുമ്പോഴാണല്ലോ ഈ കോപിക്കുന്നത്, വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ ബാങ്കിലോട്ട് പോവാണ്. 4:30 ബാങ്കൊക്കെ ക്ലോസ് ചെയ്തത്, ബാങ്കിങ് സമയം കഴിഞ്ഞ് 4:30 അവിടെ പോകുമ്പോഴത്തേക്ക് സെക്യൂരിറ്റി ഞങ്ങളെ കണ്ട ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങളെ ഞാൻ കയറ്റി വിടാൻ പോകുന്നില്ല, ബാങ്കിങ് ടൈം കഴിഞ്ഞു, കയറണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിനോട് ഒരു വിധത്തിൽ റിക്വസ്റ്റ് ചെയ്തു, സാർ ഈ ഒരു പ്രാവശ്യം മാത്രം അലോട്ട് ചെയ്യൂ സാർ, ഇനി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങൾ അകത്തോട്ട് കയറി. ബാങ്കിലെ പൊതുവെ എല്ലാം ശാന്തമായി എല്ലാവരും ഇരിക്കുകയാണ്. മാനേജറിന്റെ റൂമിൽ വേറെ ആരോ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ ആ വെയിറ്റിംഗ് കസേരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളെ കണ്ണ് തള്ളിച്ചുകൊണ്ട് കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ചർച്ചിൽ വന്ന ഒരു സഹോദരി അവിടെ നിന്ന് ബാങ്കിനകത്ത് നിന്ന് പുറത്തേക്ക് വരിക. അപ്പൊ പെട്ടെന്ന് കണ്ട് ഞങ്ങളെ 2 പേരും അറിയത്തില്ല. പക്ഷെ പാസ്റ്ററെ കണ്ടോടത്തന്നെ, പാസ്റ്റർ എന്തുകൊണ്ടാ പാസ്റ്റർ, എന്താ പാസ്റ്റർ ഇവിടെ വന്നു ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഈ സന്തോഷിന്റെയും അതുപോലെ തന്നെ ഇന്ന സഹോദരന്റെയും ലോണിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നാണ്, ലോൺ തരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ലോൺ തന്നിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച അവർക്ക് പോകേണ്ടതാണ്, ഈ ഒരിക്കലും അവർക്ക് പഠിക്കാൻ കഴിയില്ല, അവരെ പറഞ്ഞയക്കുന്നതാണ് കോളേജ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഈ സഹോദരി നിന്ന നിപ്പിനെ ആരാണെന്നോ എന്തോന്നോ ഒന്നും പറഞ്ഞില്ല, ആ പേപ്പറുകളൊക്കെ ഇങ്ങ് തന്നാട്ടെ എന്ന് പറഞ്ഞ് ആ 2 ഞങ്ങളുടെ ലോണിന്റെ ഫോമും മറ്റുള്ള എല്ലാം വാങ്ങിച്ച് ആ സഹോദരി അകത്തോട്ട് പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളുടെ ദേവദാസിനെ ഈ മാനേജറിന്റെ ക്യാബിനിലോട്ട് വിളിപ്പിച്ചു. അങ്ങനെ എന്തൊക്കെയോ അവരോട് നിന്ന് സംസാരിച്ചു. ഞങ്ങള് പുറത്തു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
10 നിമിഷം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങളുടെ ദൈവാസൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. കാരണം അതിന്റെ സന്തോഷം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം പറഞ്ഞു നിങ്ങളുടെ ലോൺ പാസ്സായി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് അടഞ്ഞു പോയത് തുറന്നു, ദൈവം ഞങ്ങളുടെ ഭാവി തുറന്നു പറഞ്ഞു. ഞങ്ങൾ ആ ബാങ്കിൽ ആ സെക്യൂരിറ്റിക്ക് ഞങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോഴാണ് കർത്താവ് ഞങ്ങളെ അത്ഭുതം തോന്നുമാറ് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ചർച്ചിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്ന ആ സഹോദരി, കോഴിക്കോട് നിന്ന് വന്ന ആ സഹോദരി ഈ ബാങ്കിന്റെ പുതുതായിട്ട് ജോയിൻ ചെയ്ത ലോൺ മാനേജർ ആണെന്ന് പറയാനിടയിൽ തുറന്നു. ആ ലോൺ മാനേജർ ആയതുകൊണ്ട് പുള്ളിക്കാരി ഇമീഡിയറ്റ്ലി സൈൻ ചെയ്ത് അത് പാസ്സാക്കുവാൻ കൊടുത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ ഈ ലോൺ പാസ്സാകാനിട എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം വന്നു. ഞായറാഴ്ച അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചർച്ചിൽ സ്പെഷ്യൽ പ്രയർ ഉണ്ടായിരുന്നു, അതിനകത്ത് സാക്ഷിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിലോട്ട് DD ഞങ്ങൾക്ക് ലഭിച്ചു. ബാംഗ്ലൂരിലോട്ട് പോകുന്നതിന്റെ തലേ ഞായറാഴ്ച, അതായത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഞങ്ങൾ ബാംഗ്ലൂർ പോകുന്നു. പക്ഷേ ഞായറാഴ്ച സാക്ഷിയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് അന്ന് ബാങ്കിൽ ഞങ്ങളെ സഹായിച്ച ആ സഹോദരി എഴുന്നേറ്റ് നിന്ന് ഒരു സാക്ഷ്യം പറയുന്നു. അതാണ് ഞങ്ങളെ ഏറ്റവും കൂടെ അത്ഭുതമാകുമാറ് ചിന്തിപ്പിച്ചത്. ആ സഹോദരി എഴുന്നേറ്റ് പറയുകയാണ്, എല്ലാ ദൈവമക്കൾക്കും സ്തോത്രം. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കോഴിക്കോട് ഞാൻ വന്ന ഹെഡ് ബ്രാഞ്ചിൽ നിന്ന്, SPT ഹെഡ് ബ്രാഞ്ചിൽ നിന്ന് അവിടെ ഞാൻ വന്നതിന് ശേഷം അക്കൗണ്ടിന്റെ ലോണിന്റെ കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ ശരിക്കും ക്രമീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നെ ഹെഡ് ബ്രാഞ്ചിൽ നിന്ന് എന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞാൻ ഈ ആഴ്ച അവിടെ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. നാളെ എന്റെ പോസ്റ്റിംഗ് കോഴിക്കോട് തിരിച്ച് ഞാൻ ആയിരുന്ന ബ്രാഞ്ചിൽ തന്നെ എന്നെ അങ്ങോട്ട് അയക്കാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോവാണ്. ഇത് എന്റെ അവസാനത്തെ ഞായറാഴ്ചയാണെന്ന് പറഞ്ഞു. സത്യം പറയട്ടെ, ദേവദാസനെ ആ ആരാധനയിൽ ദൈവസന്നിധിയിൽ കവിഴ്ന്ന് വീണ് കരയുവാനിടയെ തുറന്നു. സ്തോത്രം. ആരും സഹായിക്കുവാൻ കഴിവില്ലാത്ത ഞങ്ങളെ ആരും സഹായിക്കാനില്ല. പക്ഷേ ദൈവം ആ സഹോദരിയെ ഞങ്ങൾക്ക് വേണ്ടി ചില ആഴ്ചകൾക്ക് മാത്രം ഈ ദേശത്തെ ആലത്തൂർ ദേശം ഞങ്ങളുടെ ആ ബാങ്കിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾക്ക് ലോൺ പാസ്സാക്കി DD തന്നതിന് ശേഷം അവരെ മടങ്ങിപ്പോകാനിടത്തു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ തക്കവണ്ണം, എൻ്റെ വേര് ഊന്നുവാൻ തക്കവണ്ണം, ഒന്നുകൂടെ വേര് ഊന്നുവാൻ തക്കവണ്ണം ഒരു അത്ഭുത സാക്ഷ്യമാക്കി. ഈ സാക്ഷ്യം അവിടെയുള്ള സഭകൾക്ക് എല്ലാവർക്കും അറിയാം, വിശ്വാസിക തലങ്ങൾക്ക് അറിയാം. കർത്താവ് ഇന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അങ്ങനെ അവിടെ കർത്താവ് ഞങ്ങളെ മാനിച്ചു. അങ്ങനെ ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് തുടർന്നാണ് ഞാൻ കടന്നു വരുന്നത്. ഈ സമയത്ത് ഉണ്ടായ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി താല്പര്യം. ബാംഗ്ലൂർ പട്ടണത്തിൽ വന്നു. അങ്ങനെ പഠനത്തോടനുബന്ധിച്ച് വന്നു. കർത്താവ് പഠനം, അവിടെ നഴ്സിംഗിന്റെ പഠനം പൂർത്തിയാക്കുവാൻ കർത്താവ് സഹായിച്ചു. പക്ഷെ എങ്കിലും യാതൊരു വിധമായിട്ടുള്ള ഫിനാൻഷ്യൽ മേഖലയിൽ അന്നന്ന് കാര്യങ്ങൾ നടക്കുന്നു പോകുന്നു എന്നല്ലാതെ ഒരു ബ്രേക്ക് ത്രൂ വാസ്തവമായിട്ട് നടക്കുന്നില്ല. 2012 ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ജോലിയോടനുബന്ധിച്ച് അല്പസമയം ഞാൻ നോർത്ത് സൈഡുകളിൽ പോകുന്നു, മടങ്ങി വരുന്നു. ആ സമയത്തൊക്കെയാണ് എൻ്റെ പിതാവും മാതാവും ചില നാളുകൾ ഞാൻ നാട്ടിലിരുന്ന കൂട്ടത്തിലാണ്. അവര് കൂടുതലായിട്ട് വിശ്വാസത്തിൽ നിൽക്കുകയും ആ സമയങ്ങളിലാണ് അവർ രക്ഷപ്പെട്ട് സ്നാനപ്പെടുകയും ചെയ്യുന്നത്. ഇതിനോടുകൂടെ തന്നെ എൻ്റെ പിതാവിനും മാതാവിനും രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി എൻ്റെ ഒരു ഭാഗം അത്ഭുതകരമായി ചിന്തിച്ചുവെങ്കിലും എൻ്റെ പിതാവിനെ പ്രധാനമായിട്ടും രക്ഷയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു വിശ്വാസത്തിന്റെ സംഗതി എന്ന് പറയപ്പെടുന്ന, ഒരു അത്ഭുതം എന്ന് പറയപ്പെടുന്ന അടുത്ത സാക്ഷ്യത്തിലേക്ക് ഞാൻ കടന്നു പോകാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു വന്നതോടുകൂടി തന്നെ എൻ്റെ സഹോദരി വിശ്വാസത്തിലേക്ക് അതിനു മുമ്പ് തന്നെ ഹൃദയം കൊണ്ട് രക്ഷിക്കപ്പെട്ട ആളായിരുന്നു. എൻ്റെ സഹോദരി അത് എനിക്ക് മുമ്പ് തന്നെ വിശ്വാസത്തിൽ വന്ന സഹോദരിയാണ്. അപ്പോ ഞങ്ങളുടെ സമുദായത്തിലുള്ളവരും ഞങ്ങളുടെ സ്വന്തം ബന്ധു മിത്രാദികളും ഒക്കെ പറഞ്ഞു, ഇവളുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല. കാരണം ഇവളെ ആര് കല്യാണം കഴിച്ചിട്ട് പോകുന്നുള്ള ഒരു ചിന്ത കല്യാണ വിഷയത്തോടനുബന്ധിച്ച് എൻ്റെ സഹോദരിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ സഹോദരി തന്റെ വിവാഹ പ്രായം കഴിഞ്ഞ് മുന്നോട്ട് പോയിരിക്കുന്ന സാഹചര്യം ആ സമയമൊക്കെ ആയപ്പോൾ തന്നെ, പക്ഷെ വിവാഹം കഴിപ്പിച്ചു വിടുവാനുള്ള സാമ്പത്തികം ഒന്നും തന്നെ ഞങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടക്കുന്നത്. ഏത് വിഷയത്തിനകത്തും ഞാൻ വിശ്വസിക്കുന്നു, ഒരു രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടുമ്പോൾ തന്നെ ഓരോ വ്യക്തിയിലും ഒരു സ്പിരിച്വൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രവർത്തന തലം ഉണ്ടാകണമെന്ന് ഞാൻ നിശ്ചയമായിട്ട് വിശ്വസിക്കുന്നു. അതെന്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. എന്റെ ഭവനത്തിനകത്ത് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നുവെങ്കിലും, ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ പരിശുദ്ധാത്മാവിന്റെ വിഷയത്തിൽ നിറഞ്ഞവരാണെങ്കിലും, ഞങ്ങളുടെ ജീവിതത്തിൽ പാരമ്പര്യമായി തുടർന്നു വന്ന പല വിഷയങ്ങളും
കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും പാരമ്പര്യമായിട്ടുള്ള പല വിഷയങ്ങളും ഞങ്ങളോടനുബന്ധിച്ചുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കവേ വിവാഹത്തിന് ചേച്ചിയെ സഹോദരിക്ക് വേണ്ടി പല വിവാഹാലോചനകൾ ഞങ്ങൾ ശ്രമിച്ചു നോക്കിയെങ്കിലും പലതും നടന്നില്ല. അങ്ങനെ വിവാഹം കംപ്ലീറ്റ്ലി നടക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾക്ക് കെട്ടിച്ചുവിടാനുള്ള സാമ്പത്തികം ഇല്ല, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യാതൊരു സാഹചര്യത്തിലും വിവാഹത്തിന്റെ കാര്യങ്ങൾ നടന്നു വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 2013 ജൂൺ മാസം 5, 6, 7 തീയതി ഞങ്ങളുടെ സഭയിൽ വെച്ച് തന്നെ ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തി. ആ ഉപവാസ പ്രാർത്ഥനയാണ് ശരിക്കും എൻ്റെ ജീവിതത്തെ ആത്മതലങ്ങളിലേക്ക് പിടിച്ചു തിരിച്ചത് എന്ന് ഞാൻ പറയും. ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഒരു 3 ദൈവദാസന്മാർ ഞങ്ങളുടെ ദേശത്തേക്ക് കടന്നു വരികയും ആ ദൈവദാസന്മാർ സഭയിൽ ശുശ്രൂഷ കൂട്ടത്തിൽ തന്നെ ആ ശുശ്രൂഷയിൽ ശക്തമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ എൻകൗണ്ടറുകൾ സഭയിൽ വെച്ച് നടന്നു. അനേക അത്ഭുതങ്ങൾ സഭയ്ക്കകത്ത് നടന്നു. കൂട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ പേഴ്സണലായിട്ട് ദൈവത്തിന്റെ ആത്മാവ് തൊട്ടതായിട്ട് എനിക്ക് എൻ്റെ ശരീരത്തിൽ ടാഞ്ചിബിൾ പ്രസൻസ് എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞു. അത് നിമിത്തം ഞാൻ അവരെ കൊണ്ട് എൻ്റെ ഭവനത്തിൽ കൊണ്ടുചെന്ന് ഒന്ന് പ്രാർത്ഥിപ്പിക്കണം എന്ന് പറഞ്ഞു. ഒരു ഒറ്റമുറിയുള്ള ഒരു വീട്ടിൽ അവർ വന്ന് പ്രാർത്ഥിക്കാനിരുന്നു. അവരെ നിലത്തിരുത്തി അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് അവർ എഴുന്നേറ്റ ശേഷം അവർ പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ സഹോദരിയുടെ വിഷയത്തെ എൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഒരു വിഷൻ കണ്ടു. ഒരു ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു വിഷൻ കണ്ടു. അദ്ദേഹം കാണുന്നത് ഒരു സഹോദരിയുടെ അകത്ത് ഒരു കൈവശത്തിന്റെ അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ ഏതൊരു പൈശാചിക ഇൻഫ്ലുവൻസ്, ഏതോ ഭക്ഷണത്തിലൂടെയോ ഏതൊരു നിലവാരത്തിൽ ഒരു ഇൻഫ്ലുവൻസ് സഹോദരിയുടെ ശരീരത്തിൽ ആ ഉദരത്തിലുണ്ടെന്നും അത് വിശ്വസിക്കുമെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ച് വെള്ളം തരും, യേശുവിന്റെ രക്തത്താൽ അതിനകത്ത് പൂർണ്ണമായ ഒരു സൗഖ്യമുണ്ട് എന്ന് പറയുകയും ചെയ്തു. എന്റെ സഹോദരി അത് ആദ്യം പ്രാരംഭത്തിൽ വിശ്വസിച്ചില്ല. കാരണം നല്ല അന്യഭാഷയെ പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന ഒരു സഹോദരിയാണ്. ഞങ്ങളുടെ ഭവനത്തിൽ എല്ലാവരും ആ ഒരു നിലയിലുള്ളവരാണ്. അപ്പോ ഇത് വിശ്വസിച്ചില്ല. പക്ഷേ ഈ ദൈവദാസൻ ഞാൻ പറഞ്ഞു എന്തായാലും ഇത്രയും വർഷമായി നമ്മൾ ഈ വിവാഹത്തിലെ കാര്യങ്ങൾ ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. എന്തായാലും ദൈവത്തിന്റെ ആത്മാവിൽ ശക്തമായി ദൈവാത്മാവ് വെളിപ്പെടുത്തിയതെങ്കിൽ അതിന് ദൈവമേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അകത്ത് നിന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് പോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക, എന്താ കുഴപ്പമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ സഹോദരി വിശ്വാസം വന്നു. അങ്ങനെ സഹോദരി വിശ്വാസത്തിൽ അങ്ങ് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊടുത്തു ദൈവദാസനെ. അതിനുശേഷം ഞങ്ങൾ മിനിസ്ട്രിയുടെ അവരുമായിട്ട് ഞങ്ങൾ വേറെ ഇടുക്കി എന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. പക്ഷെ അന്ന് എൻ്റെ സഹോദരിയുടെ ജീവിതത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു ഡെലിവറൻസ് നടന്നു. അന്ന് ഞങ്ങൾ പോയതിനു ശേഷം തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ സഹോദരി ഛർദ്ദിക്കാൻ തുടങ്ങി. ആ ഛർദ്ദിക്കുന്നത് മുഴുവൻ പലവിധമായ കളറിലാണ് ഛർദ്ദിക്കുന്നത്. കഴിച്ച ഭക്ഷണമൊന്നുമല്ല, കഴിക്കാത്ത പല കളറിൽ ഛർദ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരം ഒരു 5, 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഛർദ്ദി നിന്നും ആൾ അങ്ങനെ നോർമലായി. പിറ്റേ ദിവസം ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, ഇങ്ങനെ കളർ ഛർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദേവദാസനെ, ഇതെല്ലാം എൻ്റെ പിതാവ് കാണുന്നുണ്ട്, മാതാവ് കാണുന്നുണ്ട്, ഇങ്ങനെ ഛർദ്ദിക്കുക. അച്ഛനൊക്കെ വല്ലാത്ത പേടിയായിരുന്നു, ഭയമായിരുന്നു. അച്ഛൻ പെട്ടെന്ന് പഴയ ഒരു ചിന്തയിൽ അച്ഛൻ പറഞ്ഞു അവിടെ ഒരു ഈ പാലക്കാട് ശൈലിയിൽ ഈ ഊതിക്കെട്ടുക എന്നൊക്കെ പറയും. ഊതിക്കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരട് കെട്ടുക, ചരട് കെട്ടുക. ഇത് എങ്ങാനും പോയി അങ്ങനെ കെട്ടിയാലേ നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിതാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞ് ഇല്ല ഇതൊന്നും ആവശ്യമൊന്നും ഇല്ല, ഇത് കർത്താവ് സൗഖ്യമാക്കും എന്ന് പറഞ്ഞ് അങ്ങനെ സഹോദരി സൗഖ്യം. ദിവസനെ ആ ഒരു സംഗതി ദീർഘവർഷങ്ങളായി, ഏകദേശം 5 വർഷത്തോളം എൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാതിരുന്നത് ജൂൺ മാസം 5, 6, 7 രീതികളിൽ നടന്ന ഈ ഫാസ്റ്റിംഗ് പ്രയറിനോടനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു ഡെലിവറൻസ് അടുത്ത ഒരൊറ്റ മാസത്തിനകത്ത് ജൂലൈ 10 ആകുമ്പോഴേക്കും ഇന്ന് എൻ്റെ സഹോദരിയുടെ ഭർത്താവായിരിക്കുന്ന പ്രിയ കർത്തദാസൻ അദ്ദേഹം അവരുടെ വിവാഹാലോചന വന്നു. നൊടി നേരം കൊണ്ട് ശീഘ്രത്തിൽ ആ വിവാഹത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. ഇവിടെയാണ് ഞാൻ ഒരു സാക്ഷ്യം കൂടെ, അത്ഭുതകരമായിട്ടുള്ള സാക്ഷ്യം പറയാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. ഏത് ദൈവപൈതലിനും വിശ്വാസത്തിൽ വരുന്നതോടുകൂടെ തന്നെ ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ ഉണ്ടായേ മതിയാകൂ എന്നുള്ളത് എൻ്റെ ജീവിതത്തിലുള്ള അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. അങ്ങനെ ഈ വിവാഹത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് വിവാഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുവാനോ അത് ചെയ്തു കൊടുക്കാനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അങ്ങനെ ഇതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ജൂലൈ മാസം 10 തീയതിയാണ് ഈ വിവാഹത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഒക്ടോബറിൽ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ തന്നെ എൻഗേജ്മെന്റും അങ്ങനെ ചെയ്യാന്നുള്ള നിലയിൽ പറഞ്ഞു. അങ്ങനെ സ്തോത്രം, ഞങ്ങൾ അവരുടെ ഭവനത്തിൽ പോയി കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ
ഞങ്ങൾ ഈ വിവാഹത്തിന്റെ അവർ സാമ്പത്തികം ഒന്നും പറഞ്ഞില്ലെങ്കിൽ വിവാഹ ചെലവിന് വേണ്ടി ഞങ്ങൾ ഒരു എമൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ പാസ്റ്ററും ആയി സംസാരിച്ച് ഒരു എമൗണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷേ അവിടെ പോയ കൂട്ടത്തിൽ പറയാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാൻ എഴുന്നേറ്റ് അബദ്ധവശാൽ പറഞ്ഞതിൽ നിന്നും കൂടുതൽ എമൗണ്ട് ഞാൻ അറിയാതെ വായിൽ നിന്ന് പറഞ്ഞ എമൗണ്ട് തന്നെ എന്റെ വീട്ടിൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ല. ഒരു രൂപ പോലും എന്റെ പിതാവ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സേവിങ്സ് ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു എമൗണ്ട് പറഞ്ഞു വരികയും ചെയ്തു. അങ്ങനെ തിരിച്ചു വന്ന കൂട്ടത്തിൽ എന്റെ അകത്ത് ഇന്നെന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട്, 2013 ഓഗസ്റ്റ് മാസം 16 തീയതി എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു. എന്തിനാണ് നീ അത് പറയാൻ പോയത്? നീ പൈസ എടുത്ത് വെച്ചിട്ടുണ്ടോ? നീ ആരുടെ അടുത്ത് ചോദിച്ചിട്ടാന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിട്ട് പറഞ്ഞതല്ല, ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയത്. ഞാൻ തിരിച്ചു വന്ന് എന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി, ഞാൻ പറഞ്ഞല്ലോ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ട്, ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് അന്ന് എന്നോട് ഇടപെട്ടത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ സഹായിക്കും, നിന്നെ ബലപ്പെടുത്തും, നീ ധൈര്യമായിട്ട് ഇരിക്കാന്ന് മാത്രം പറഞ്ഞു. പക്ഷെ അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു, എന്തെങ്കിലും ഒന്ന്, അന്ന് ഒരു രൂപ പോലും നമ്മുടെ കയ്യിലില്ല. അപ്പോ ഞാൻ അത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് ജോലിയോടനുബന്ധിച്ച് ഞാൻ അന്ന് തന്നെ ഓഗസ്റ്റ് 16 തീയതി തന്നെ ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് കയറി വന്നു. അങ്ങനെ ഒരു സുഹൃത്തിനോടുകൂടെ താമസിച്ച് വരവേ ഓഗസ്റ്റ് 19 തീയതി ഒരു അസാധാരണമായ ഒരു സംഗതി നടന്നു. അതാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഓഗസ്റ്റ് 19 തീയതി എന്റെ മോർണിംഗിൽ ആ ജോലി കഴിഞ്ഞ്, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, കഴിഞ്ഞ് മോർണിംഗിൽ തിരിച്ചു വന്ന് ഞാൻ ഒരു ചെറിയ റൂമിലാണ് അവിടെ താമസിക്കുന്നത്. ആ റൂമിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ വന്ന് അല്പസമയം, നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അല്പസമയം കിടക്കുവാനുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് അങ്ങനെ കിടന്ന് ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോൾ, ഏകദേശം ഒരു 1:30 ആയപ്പോൾ പെട്ടെന്ന് ആരോ വന്ന് എന്നോട് സംസാരിക്കുന്നത് ഞാൻ അനുഭവിക്കാനിടയായി തീർന്നു. ആ ശബ്ദം ഞാൻ കേട്ടത് ഇങ്ങനെയാണ്: നിന്നെ ഞാൻ നാണം കെടുത്തും, നിന്നെ ഞാൻ പരാജയമാക്കും, നീ ഈ പറഞ്ഞ പൈസ കൊടുക്കാതെ അവിടെ ആ കല്യാണം ഞാൻ നിർത്തും, ആ കല്യാണത്തെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്, നീ നാണം കെടും, നിന്റെ കുടുംബം അപമാനിക്കപ്പെടും, ദേശത്ത് നിങ്ങൾ നാണം കെട്ടു പോകും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വല്ലാത്തൊരു ശബ്ദം ഞാൻ കൃത്യമായിട്ട് എന്റെ കാതുകളിൽ ഞാൻ കേൾക്കും. വേറെ ആ റൂമിനകത്ത് ഒരു മനുഷ്യനില്ല. ഞാൻ കൃത്യമായിട്ട് കേൾക്കും. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വേർത്ത് കുളിച്ച് ഞാൻ ഭയപ്പെട്ടിരിക്കും. ഞാൻ അങ്ങ് വലിയ നിരാശപ്പെട്ട്, എന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ അങ്ങ് കൂടി ഒത്തിരി ഞാൻ നിരാശപ്പെട്ട് അവിടെ എന്റെ ബൈബിൾ എടുത്തിട്ട് ഞാൻ കവിഴ്ന്ന് വീണ് കിടന്ന് ഞാൻ ദൈവത്തോട് കരയാൻ, കർത്താവേ എന്നെ സഹായിക്കണം. അതായത് ഈ എൻഗേജ്മെന്റ് നടക്കുന്നതിന് മുമ്പ് പൈസ കൊടുക്കാന്നാ പറഞ്ഞത്. പക്ഷെ ഏകദേശം എന്റെ കണക്കിൽ ഒരു 50 ചില്ലുവാനും ദിവസം മാത്രമേ ബാലൻസ് ഉണ്ടായി. ഇത്രയും ദിവസം കൊണ്ട് ഒരു ദിവസം എനിക്ക് ഒരു 4000 രൂപ എനിക്ക് വരുമാനം ഉണ്ടായാൽ പോലും എനിക്കിത് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ഉള്ള ഒരു എമൗണ്ട് ആയിരുന്നു. അങ്ങനെ ദൈവസന്നിധി ഞാൻ കരഞ്ഞ് ദൈവസന്നിധി നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ കുറെ സമയം 2 മണി തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം ഞാൻ വാച്ചൊന്നും നോക്കുന്നില്ല, കാരണം കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കും. ഏകദേശം ഒരു 4-4:30 ആയി ഞാൻ വിചാരിക്കും. വാച്ചൊന്നും നോക്കിയില്ല. പക്ഷെ എന്റെ ഒരു ഊഹത്തിൽ ഞാൻ പറയുകയാണ്, ഈ നേരത്തെ കേട്ടത്തെ ശബ്ദത്തിന് ഉപരിയായിട്ട് എന്റെ റൂമിനകത്ത് ഞാനൊരു ശക്തമായിട്ടുള്ള, ഞാൻ കണ്ണടച്ച് നെടുമ്പാട് വീണ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, കണ്ണ് തുറന്നിട്ടില്ല. പക്ഷേ എന്റെ ഈ 2 തോളിനകത്ത് ആരോ വന്ന് സ്പർശിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് അനുഭവിച്ചു. എന്റെ അടുത്ത് 2 വെള്ള വസ്ത്രം ധരിച്ചു നിൽക്കുന്ന 2 പുരുഷന്മാരെ ഞാൻ എന്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് എന്റെ ആത്മാവിലും എന്റെ ശരീരത്തിലും ഞാൻ കൃത്യമായിട്ട് അനുഭവിച്ചു. എന്റെ 2 തോളിലും ആ കൈ വെച്ചിരിക്കുന്നത് ഞാൻ അറിയാം. പക്ഷെ ഞാൻ കണ്ണ് തുറന്നില്ല, ഭയപ്പെട്ടിട്ട് ഞാൻ കണ്ണ് തുറന്നില്ല. പക്ഷെ ഞാൻ കരഞ്ഞ നിലവിളിക്കുക ദൈവത്തോട്, കർത്താവിനെ സഹായം. അപ്പൊ ഈ 2 അടുത്ത് നിൽക്കുന്ന ഈ കരങ്ങളിൽ അവരുടെ ശബ്ദം ഞാൻ കൃത്യമായിട്ട് എന്റെ കാതിൽ ഞാൻ കേൾക്കുകയാണ്: നീ ഭയപ്പെടേണ്ട, കർത്താവ് നിന്നെ സഹായിക്കും, ദൈവം നിന്നെ വിളിച്ചെങ്കിൽ ദൈവം നിന്നെ നടത്തും, നിന്റെ വീട് ലജ്ജിക്കപ്പെടത്തില്ല, പിശാച് പറഞ്ഞതൊന്നും നിന്റെ വീട്ടിൽ നടക്കത്തില്ല, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, നിന്റെ കുടുംബം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്, നിങ്ങൾ മാനിക്കപ്പെടും എന്ന് തന്നെ എന്റെ ഈ ഹൃദയത്തിൽ ഈ ശബ്ദം ഈ കേട്ട് ഞാനിങ്ങനെ കാതുകളിൽ കേൾക്കുക. എന്നിട്ട് ഞാൻ ആശ്വാസം കണ്ടെത്തുന്നില്ല. ഞാൻ പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ 2 ശബ്ദം കൂടാതെ ഒരു ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദം എങ്ങനെയാണ്? അത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടിമുഴക്കത്തിന്റെ ശബ്ദം പോലെ ഒരു വലിയ ശബ്ദം കേട്ടു. ആ ശബ്ദം എങ്ങനെയാ പറഞ്ഞത്? നിർത്ത്, കരയരുത്, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു. അത്ര സമയം തല പൊക്കാതിരുന്ന് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. എഴുന്നേറ്റ് പറഞ്ഞു, നിന്റെ കണ്ണ് തുടയ്ക്കാൻ പറഞ്ഞു. കൃത്യം ഞാൻ ആ ശബ്ദം ആ റൂമിനകത്ത് മറക്കുന്നില്ല. ദിവസം കണ്ണടച്ചോണ്ടിരിക്കുക, കണ്ണ് തുടച്ചിട്ട് പറഞ്ഞു, നിന്റെ ബൈബിളില് പേനായും പുസ്തകം എടുക്കാൻ പറഞ്ഞു. എടുത്തു.
എടുത്തിട്ട് പറഞ്ഞു, നിനക്ക് എത്ര രൂപയാണ് വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നത് ഇന്നത് ഇന്നത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതെല്ലാം എഴുതി വെച്ചു. എഴുതി വെച്ചിട്ട് ഇത്ര ലക്ഷം രൂപ വേണം, ഇന്നത് വേണം. എന്നിട്ട് അതിന്റെ താഴത്ത് എഴുതി വെക്കാൻ പറഞ്ഞു, ഇത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ, ആ പേജ് എൻ്റെ കയ്യിൽ ഇന്നും ഉണ്ട്, ആ ബുക്ക് എൻ്റെ കയ്യിൽ ഇന്നും ഉണ്ട്. ഇത് ഞാൻ നിനക്ക് ചെയ്തു തരുമ്പോൾ ഞാൻ നിന്റെ പിതാവാണെന്നും ഞാൻ നിന്റെ ദൈവമാണെന്നും നീ അറിയുമെന്നും അങ്ങനെ പറഞ്ഞു. ആ നിമിഷം തന്നെ എന്റെ അകത്ത് നിന്ന് ആ ഭാരം അങ്ങ് മാറിപ്പോയി. പ്രിയ ദേവദാസനെ, ദൈവം പറഞ്ഞതുപോലെ തന്നെ കൃത്യസമയത്ത് ഞാൻ ആ പൈസ കൊടുക്കുവാൻ കർത്താവ് സഹായിച്ചു. കടം വാങ്ങാതെ തന്നെ ദൈവം വഴിയൊരുക്കി ആ പൈസ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, പിശാച് എപ്പോഴും ഭോഷ്കേ പറയത്തുള്ളൂ, പക്ഷെ ദൈവം വാസ്തവമായതുള്ളത് പറയും. സ്തോത്രം. അങ്ങനെ പിശാച് പറഞ്ഞ ഭോഷ്കിൽ ഞാൻ വിശ്വസിക്കാതെ ദൈവം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. കൃത്യസമയം ഇത് നടന്നു. അങ്ങനെ 2014 ഫെബ്രുവരി മാസം എന്റെ സഹോദരിയുടെ വിവാഹം വളരെ നന്നായിട്ട് നടന്നു. അങ്ങനെ ഫെബ്രുവരി മാസം 16-ാം തീയതി ഞാൻ തിരിച്ച് ബാംഗ്ലൂരിലെത്തി. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും, ഒരു കട്ടൻ ചായയും കുടിച്ച് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ, മറന്നുപോയി. പക്ഷെ അങ്ങനെ 16-ാം തീയതി ഞാൻ വന്ന് ഈ ബൈബിൾ എടുത്ത് എന്റെ അകത്ത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അകത്ത് പെട്ടെന്ന് ഈ ഒരു ശബ്ദം, ഈ കേട്ട ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഉണർത്തിച്ച് എന്റെ മനസ്സിനോട് പറയുകയാണ്, നീ അന്ന് എഴുതി വെച്ച ആ പുസ്തകം എടുക്കാൻ പറ്റും. ഞാൻ ആ പുസ്തകം എടുത്തുകൊണ്ട് വന്നു. പുസ്തകം എടുത്തുകൊണ്ട് വന്ന ശേഷം പുസ്തകം തുറന്നു നോക്കിയപ്പോൾ നീ അതിനകത്ത് എഴുതി വെച്ച ഏതെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി വരാതെ ഇരുന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല ദൈവമേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ വന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പേഴ്സിൽ എത്ര രൂപയുണ്ട്? ഞാൻ പേഴ്സ് തുറന്നു നോക്കിയപ്പോൾ 1700 രൂപയോളം സംതിങ് ഉണ്ട്. നിന്റെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് ചോദിച്ചു. കർത്താവ് 20,000 ചില്ലുവാനുണ്ട്. എടാ, നിന്നോട് ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ വാക്ക് മാറത്തില്ല. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കല്യാണം നടത്തുവാനും മാന്യമായ നിലയിൽ ബന്ധുമിത്രാദികളുടെ സഹോദരി സഹോദരന്മാരുടെ ഇടയിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസിനെ തന്നെ എന്റെ സഹോദരിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിനെ വിളിച്ച് വേർതിരിച്ചതിന്റെ പേരിൽ ഞങ്ങളുടെ സമുദായത്തിൽ ആരും വന്നില്ല, ശരിയാണ്. പക്ഷേ ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. ആ ദേശത്ത് ഞങ്ങളെ ഉന്നതങ്ങളിലേക്ക് കയറുവാൻ ഇടയായി തീർന്നു. ഇതാണ് ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിലൂടെ കയറി വന്ന ഒരു കാര്യം. പക്ഷെ എങ്കിലും ഫിനാൻഷ്യൽ തലങ്ങളിൽ അതുവരെ ഒരു ബ്രേക്ക് ത്രൂ നടന്നില്ല. ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ ഉണ്ടായതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ തലങ്ങൾ ഈ 2013 ഈ ഡേറ്റിന് ശേഷം പല നിരവധി സ്പിരിച്വൽ എൻകൗണ്ടറുകൾ ഉണ്ടാകുവാൻ തുടങ്ങി. ആത്മാവിന്റെ ഓരോ ചേഞ്ചുകൾ ഉണ്ടായിരുന്നു. എനിക്ക് അത് അന്ന് എന്താണെന്ന് അറിയുന്നില്ല, പക്ഷെ എനിക്കത് മനസ്സിലായത് ഇന്ന് അത് മനസ്സിലാക്കാൻ കഴിയും. അത് ദൈവം പടിപടിയായിട്ട് നമ്മെ ആത്മാവിൽ വളർത്തിയെടുക്കുവാൻ വേണ്ടി ആണെന്ന് മനസ്സിലായി. ഒരു ശിശു ജനിക്കുമ്പോൾ ഉള്ള അവസ്ഥയിലല്ലല്ലോ ശിശു നാളുകൾ കഴിയുന്തോറും അത് വളർന്നു വരുന്നത് പോലെ കർത്താവും എന്നെ ആത്മാവിൽ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ 2016 അടുത്ത ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ ഉണ്ടാകുന്നത്. എൻ്റെ ജീവിതത്തിനകത്ത് മറക്കുവാൻ കഴിയാത്ത, ഞാൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം ദാരിദ്ര്യത്തിന്റെ ആ ഒരു തലം മാറിയത് ശരിക്കും പറഞ്ഞ 2016 ശേഷമാണ്. 2016 ഒരു ദേവദാസൻ എന്നെ വിളിക്കുകയാണ്. ആ സമയം ഞാൻ വേറെ ഒട്ടനവധി ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ആ സമയത്താണ് ഒരു ദേവദാസൻ എന്നെ വിളിക്കുന്നു. വയനാട് നിന്ന് ഒരു ദേവദാസൻ വിളിച്ചു പറഞ്ഞു, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു 2016 ജൂലൈ മാസം 25, 26, 27 ഈ 3 ദിവസം, 22-ാം തീയതി എന്നെ വിളിച്ചു. ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിച്ചപ്പോൾ എന്നെ അങ്ങനെ കാണിച്ചു. ഞാൻ ഇന്നെ പോലെ ബാംഗ്ലൂരിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്രേക്ക്, നിങ്ങളുടെ ഫിനാൻഷ്യൽ തലങ്ങൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ അയക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ, ഞാൻ പറഞ്ഞു, ദൈവാസന ഇപ്പൊ വരണ്ട, നിങ്ങളെ പറഞ്ഞയക്കാനുള്ള സാമ്പത്തികം ഇല്ല. അതൊന്നും അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം വണ്ടിക്കൂലിയും കൊണ്ട് കൃത്യം 150 രൂപ വണ്ടിക്കൂലിയും കൊടുത്ത പുള്ളി അന്ന് നേരെ ബാംഗ്ലൂരിൽ വണ്ടി കയറി പുള്ളി വന്നു. അവിടെ വന്നപ്പോൾ ഞങ്ങൾ പിക്കപ്പ് ചെയ്യാൻ പറഞ്ഞു, പിക്കപ്പ് ചെയ്തു. അങ്ങനെ 3 ദിവസം ഈ ദൈവമനുഷ്യൻ ഞങ്ങളോട് ഉപവസിച്ചു. ഞാനും വേറൊരു സഹോദരനും ഉണ്ടായിരുന്നു. അങ്ങനെ ഉപവസിച്ചു. അങ്ങനെ 3 ദിവസം ഉപവസിച്ച കൂട്ടത്തിൽ ഈ ദൈവമനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവ് നിങ്ങളുടെ ഈ ഫിനാൻഷ്യൽ തലത്തിലുണ്ടാകുന്ന അന്നേരം ഞാൻ കടബാധ്യത ഉള്ളതൊന്നും ഇദ്ദേഹത്തോട് പറഞ്ഞില്ല. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഫിനാൻഷ്യൽ തലത്തിലുള്ള നിങ്ങളുടെ ഈ ദാരിദ്ര്യത്തിന്റെ മേലുള്ളതിനെ കർത്താവ് ബ്രേക്ക് ചെയ്യാൻ പോണ്. അപ്പോൾ തന്നെ ദൈവം നിങ്ങൾ ഉയർത്താൻ പോകുമെന്ന് പറഞ്ഞ് ദൂത് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് നിമിത്തം തന്നെ ഞങ്ങൾ അത് വിശ്വസിച്ചു, പൂർണ്ണമായി വിശ്വസിച്ചു. പക്ഷേ ഈ ദൂത് കേൾക്കുന്ന സമയത്ത് ഏകദേശം നല്ലൊരു എമൗണ്ട് ഈ പലവിധമായിട്ടുള്ള കടഭാരങ്ങൾ കൊണ്ട് ഭാരപ്പെട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അങ്ങനെയാണ് ഈ ദൈവമനുഷ്യൻ ഈ ദൂത് പറഞ്ഞു. ഞാൻ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. സത്യമായിട്ടും കർത്താവിന്റെ കൃപയിൽ നിന്നുകൊണ്ട് പറയട്ടെ, അതിനുശേഷം കൃത്യം ഒരു മാസത്തിൽ, ജൂലൈയിൽ ഇത് പറയുന്നു, ഓഗസ്റ്റിൽ ദൈവമായിട്ട് ഒരു ഓപ്പണിംഗ് കർത്താവ് തരുന്നു. ആ ഓപ്പണിംഗ് ഫിനാൻഷ്യൽ തലങ്ങളുടെ മേലുള്ള എല്ലാ ബോണ്ടേജുകളും ബ്രേക്ക് ആകുവാൻ തക്കവണ്ണം കർത്താവ് ഉയർത്തുവാനിടയെ തീർന്നു.
അത് ഞാനൊന്ന് പറയാൻ വേണ്ടി താല്പര്യപ്പെടും. ഈ ഒരു സംഗതി നടന്നത് മുഖാന്തരം എന്റെ ജീവിതത്തിൽ ഏകദേശം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന ശേഷമുള്ള കാലയളവിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത നിലവാരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കർത്താവ് ചെയ്യാനായിട്ട് തന്നു. ആ കൂട്ടത്തിൽ തന്നെ ആത്മാവിൽ വളർന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഈ കാലയളവിൽ എന്നെ സഹായിച്ചു. എന്റെ ജീവിതത്തിൽ ഈ സമയത്ത് എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഈ സമയത്ത് എന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് തന്നെ ഒരു ദിവസം ഞാൻ ഈ ദൂത് കേട്ടതിന് ശേഷം ഒരു 7 ദിവസം ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, കർത്താവ് എന്റെ കടഭാരം മാറ്റണം. കാരണം എന്റെ കടഭാരം ഒരു ഞാനൊരു ചെറിയൊരു ചിട്ടി കമ്പനി നടത്തി, ചെറിയൊരു ചിട്ടി കമ്പനി അല്ല, ഒരു ചിട്ടി നടത്തി, നാട്ടു ചിട്ടി. അതിനകത്ത് ചിട്ടി കൂടിയവരിൽ ഒരു 2 ആളുകള് നല്ല എമൗണ്ടും കൊണ്ട് അവരങ്ങ് മുങ്ങി. ചിട്ടി മുങ്ങിയതോടെ ഞാനും മുങ്ങി. ഈ ചിട്ടി കമ്പനി പൊളിഞ്ഞതോടെ വലിയൊരു ബാധ്യത, ബാക്കിയുള്ളവർക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല, ചിട്ടി നടത്തിയ ആളാണ് അതിന്റെ ഉത്തരവാദിത്വം. അവര് നല്ലൊരു എമൗണ്ട് 3 ചിട്ടി പിടിച്ച് അവര് കാശും കൊണ്ടുപോയി. ഏകദേശം എന്റെ കണക്കിൽ പ്രകാരം ഒരു 2 ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ട് ഞാൻ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ വന്നു. എന്റെ കയ്യിലാണെങ്കിൽ 1 രൂപ എടുക്കാനില്ല. അങ്ങനെ ഈ ചിട്ടി കമ്പനി മുങ്ങിയ ഇതിൽ നിന്ന് ദൂത് കേട്ടു, ചിട്ടി കമ്പനി മുങ്ങുകയും ചെയ്തു. വല്ലാത്തൊരവസ്ഥയിലാണ് ദൈവസന്നിധിയിൽ ഞാൻ അങ്ങനെ നെടുമ്പാട് വീണ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. ആ സമയത്താണ് എന്റെ പിതാവ് മരിക്കുന്നത്. സെപ്റ്റംബറിൽ മരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, സെപ്റ്റംബർ 21 മരിക്കുന്നു. അതിനുശേഷം ടോട്ടലി ഞാൻ ഫിനാൻഷ്യൽ തലങ്ങളിൽ ഞാൻ ഭാരപ്പെട്ടായിരിക്കുന്ന സമയത്താണ്. അതിനു മുമ്പ് തന്നെ ഈ ചിട്ടി കമ്പനി മുങ്ങി. അതായത് എന്റെ പിതാവ് മരിക്കുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ ഈ ദൂത് കേൾക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ ഈ ചിട്ടി കമ്പനി മുങ്ങുന്നു. ഈ സമയങ്ങളിലൊക്കെ ഇത് സംഭവിക്കുന്ന ഒരു കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നത്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്റെ ജീവിതത്തിൽ കർത്താവെ ഈ ഫിനാൻഷ്യൽ ഈ കടഭാരത്തിൽ നിന്ന് എനിക്കൊരു വിമുക്തി വേണമെന്ന് പറഞ്ഞാൽ ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കടഭാരത്തെ കുറിച്ച് ദൈവത്തിന് യാതൊരു ബോധവും ഇല്ല. ദൈവം എന്നോട് തിരിച്ചു പറയുകയാണ്, സ്തോത്രം, ഈ വരുന്ന ഡിസംബറിൽ ഞാൻ നിനക്ക് ദേശത്തിന്റെ നടുവിൽ ഒരു സ്ഥലം തരും. അടുത്ത മാർച്ച് 31 മുമ്പ് നീ ആ സ്ഥലം രജിസ്റ്റർ ചെയ്യും. സെപ്റ്റംബറിൽ നീ വീട് പണി ആരംഭിക്കും. നിന്റെ കല്യാണം ഞാൻ 2018 നടത്തും. ഇങ്ങനെ ദൈവാത്മാവ് ഇടപെട്ടു. ഞാൻ കർത്താവ്, അതൊന്നും അല്ല എന്റെ വിഷയം, എനിക്ക് ഈ ചിട്ടി കമ്പനി എന്റെ വിഷയം, ഇതിന് പൈസ കൊടുക്കാൻ ആവശ്യം. പക്ഷെ കർത്താവ് പറഞ്ഞത്, കർത്താവ് അതിനെക്കുറിച്ച് ബോധരേ ആയില്ല, ദൈവശബ്ദം അതിനകത്തില്ല, ഒരു ആലോചനയില്ല, ഒന്നുമില്ല. പക്ഷെ ദൈവം ഇതങ്ങ് പറഞ്ഞു പോകും. അങ്ങനെ ഞാൻ പറഞ്ഞ ദൈവസേനി അങ്ങ് ആ ദൂതുകളെല്ലാം ഏറ്റെടുത്ത് എഴുതി വെച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. പറഞ്ഞതുപോലെ തന്നെ ഈ ചിട്ടി കമ്പനി പൊളിഞ്ഞു പോയെങ്കിലും അതിന്റെ കടങ്ങളെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണമുള്ള സാമ്പത്തികം ദൈവം വഴി തുറന്നു. അങ്ങനെ തന്നെ ദൈവം പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ നോട്ട് നിരോധനമൊക്കെ വരുന്നത്. 2016 നോട്ട് നിരോധനമൊക്കെ വരുന്നത്, നവംബറിൽ. അങ്ങനെ ഡിസംബറിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു സ്ഥലം ദൈവമായിട്ട് ഞങ്ങൾക്ക് ഒരുക്കി. ആ സമയത്ത് ആ സ്ഥലത്തിന് കൊടുക്കുവാനുള്ള അഡ്വാൻസിന്റെ എമൗണ്ട് വരെ ദൈവം മുന്നമേ വേറെ ഒരുക്കി ഞങ്ങൾക്ക് വേണ്ടി കരുതി. അങ്ങനെ ദൈവം പറഞ്ഞതുപോലെ ഡിസംബർ 22 തീയതി സ്ഥലം ഞാൻ വാങ്ങുവാൻ അഡ്വാൻസ് കൊടുത്തു. മാർച്ച് 31 മുമ്പ് എന്തുകൊണ്ട് ദൈവം ഇടപെട്ടു എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. എനിക്കറിയത്തില്ല നോട്ട് നിരോധനത്തിന്റെ കാര്യം, അല്ലെങ്കിൽ മറ്റാർക്കും അറിയത്തില്ല നോട്ട് നിരോധനത്തിന്റെ കാര്യം. പക്ഷെ കർത്താവിന് നന്നായിട്ട് മുന്നമേ അറിയാവുന്നത് കൊണ്ട് മാർച്ച് 31 എന്നുള്ളത് കാര്യം എനിക്ക് മനസ്സിലായി. കാരണം മാർച്ച് 31 ഏപ്രിൽ 1 മുതൽ പുതിയ സ്ഥല രജിസ്ട്രേഷനുകൾക്ക് പുതിയ നിയമങ്ങളും പുതിയ നിയമാവലികളും കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് കർത്താവ് അതിന് മുൻപ് തന്നെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചതായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ മാർച്ച് 30 തീയതി ഞങ്ങളുടെ ആ സ്ഥലം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് തുറന്നു. സെപ്റ്റംബറിൽ ദൈവാത്മാവ് പറഞ്ഞതുപോലെ തന്നെ, സ്തോത്രം, കർത്താവ് ഇടപെട്ടതുപോലെ തന്നെ കർത്താവ് ആ സ്ഥലത്തിന് രജിസ്ട്രേഷൻ തന്നു. വീടിന്റെ പണികൾ ആരംഭിച്ചു. ഇതിനകത്ത് ഈ വീടിന്റെ പണികൾ ഒരു ഡോർ ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആഗ്രഹിക്കുന്ന ആളുകളാണ് വിശ്വാസകോളങ്ങളിൽ ഒത്തിരി ആളുകൾ ഉള്ളത്. അങ്ങനെയുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി എന്റെ ഈ ഒരു സാക്ഷ്യം ഒന്ന് ഈ നിമിഷം ഒന്ന് പറയാൻ വേണ്ടി താല്പര്യം, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പറയാൻ വേണ്ടി താല്പര്യം. വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഡിസംബറിൽ പറഞ്ഞ പോലെ നടന്നു, മാർച്ചിൽ പറഞ്ഞ പോലെ നടന്നപ്പോൾ എന്റെ വിശ്വാസം ഒത്തിരി വർദ്ധിച്ചു. അപ്പൊ ഞാൻ തീരുമാനിച്ചു, കർത്താവ് സെപ്റ്റംബർ ആയപ്പോ തന്നെ 1 തീയതി ആയപ്പോ തന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ സെപ്റ്റംബറിൽ വീട് പണി തുടങ്ങുമെന്ന് പറഞ്ഞു. അക്കൗണ്ട് 10 രൂപയേ ഉള്ളൂ, ബാലൻസ് ഒന്നുമില്ല. അങ്ങനെ സെപ്റ്റംബർ 10 ഒന്ന് മൂവ് ചെയ്യാതിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ എന്തുകൊണ്ട് ഒരു മൂവ്മെന്റ് സെപ്റ്റംബറിൽ തുടങ്ങുന്നതാണല്ലോ കർത്താവ് പറഞ്ഞു, ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്
ഞങ്ങളുടെ ദൈവദാസൻ ഞാൻ അന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു, അന്ന് വൈകുന്നേരം ഞങ്ങളുടെ ദൈവദാസൻ വിളിക്കുന്നു. ദൈവദാസൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു കൊടുത്തില്ല. അങ്ങനെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊന്നും അദ്ദേഹം പറയുന്ന ഒരാളൊന്നുമല്ല. അപ്പൊ അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, പാസ്റ്റർ എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പാസ്റ്ററോട് പറഞ്ഞു, പക്ഷെ എന്താണ് കാര്യങ്ങൾ, സ്കൂളൊക്കെ തുറക്കാൻ പോവാണല്ലോ എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അതേ സന്തോഷ് പുത്രേ, നാളെ എൻ്റെ ഇളയ കുഞ്ഞിന് സ്കൂളിൽ ഫീസ് അടയ്ക്കേണ്ട അവസാന ദിവസം, ഇല്ലെങ്കിൽ അവളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുന്നതാണ് പറഞ്ഞത് എന്നിങ്ങനെ പാസ്റ്റർ പറഞ്ഞു. ചോദിച്ചതല്ല, പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഓക്കെ പാസ്റ്റർ, കർത്താവ് അനുഗ്രഹിക്കട്ടെ, വിളിക്കാന്ന് പറഞ്ഞ് ഡ്യൂട്ടിയിലായിരുന്നു, വെച്ചു. ഈ ഫോൺ വെച്ച ഉടൻ തന്നെ എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ട്, നിന്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ, ആകെ ഫെഡറൽ ബാങ്കിലുണ്ട്, ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിനകത്ത് നിന്റെ ആ എമൗണ്ട് അത് അങ്ങ് ദൈവദാസനെ അയച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു, കർത്താവെ, അതിനകത്തുള്ളത് ആകെ ഏകദേശം ഒരു 6,000 4,000 6,000 സംതിങ്ങേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ, അതെ 4,500 സംതിങ്ങേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, കർത്താവെ, ഇത് എനിക്ക് വരുന്ന ദിവസങ്ങളിൽ പെട്രോൾ അടിക്കാനുള്ള കാശാണ്, ഇത് ഞാൻ എങ്ങനെ എടുത്തു കൊടുത്ത് എങ്ങനെ ശരിയാവും? അന്നേരം പറഞ്ഞു, കർത്താവ്, ഇല്ല, നീ അതങ്ങ് എടുത്തങ്ങ് ഇട്ട് കൊടുക്കുക, കാരണം പാസ്റ്റിന് അവിടെ 3,750 രൂപ അടയ്ക്കേണ്ട ഫീസിന്റെ ആവശ്യമാണല്ലോ, നീ അതങ്ങ് എടുത്തിടാൻ പറഞ്ഞു. കർത്താവ്, ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് പെട്രോൾ അടിക്കാനുള്ള കാശേ ഉള്ളൂ, എനിക്ക് വേറെ കാശില്ല. പിന്നെ എന്റെ അകത്ത് പിന്നെ ഒരു ഇടപെടലൊന്നും ഉണ്ടായിരുന്നില്ല, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലൊന്നും ഉണ്ടായി. ഈ ഒരു 2-3 പ്രാവശ്യം പറഞ്ഞ ശേഷം ഇടപെടലൊന്നും ഉണ്ടായില്ല. പക്ഷെ വൈകുന്നേരം ആയപ്പോ എന്റെ ഹൃദയത്തിനകത്ത് കർത്താവ് ഇടപെട്ടതല്ലേ, ഞാനത് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ആ ഉടനടി അതിനകത്ത് നിന്ന് 4,000 രൂപ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കൊടുത്തു. പിന്നെ എൻ്റെ ആകെയുള്ള 500 രൂപ, ആ 500 രൂപയ്ക്ക് ഞാൻ തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഫുൾ പെട്രോൾ അടിച്ചിട്ടു. കർത്താവെ, ഈ പെട്രോള് ഈ മാസം മുഴുവൻ ഓടേണ്ടത് അങ്ങയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പോന്നു. പ്രിയ ദൈവദാസനെ, ദൈവമക്കളെ, ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞ് വന്ന ഉടൻ തന്നെ ഞാൻ അവിടെ ഡ്യൂട്ടിയിലായിരുന്ന സ്ഥലത്തുള്ള അവിടുത്തെ മേഡം എന്നെ വിളിക്കുകയാണ്. അവർ അമേരിക്കയിലുള്ള ഒരു മേഡമാണ്. എന്നോട് ചോദിച്ചു, സന്തോഷ്, അന്ന് ഞാൻ വന്ന സമയത്ത്, എത്രയോ മാസങ്ങൾക്ക് മുമ്പ് വന്നതവരാ, വന്ന സമയത്ത് വീടിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, പെട്ടെന്ന് ഞാൻ ഇന്ന് വൈകുന്നേരം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അതെന്തായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല മേഡം. അന്നേരം അവര് പറഞ്ഞു, എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് രൂപ ഇടാന്ന് പറഞ്ഞ് അങ്ങനെ ആ സഹോദരി, അല്ലെങ്കിൽ ആ മേഡം, എനിക്ക് കുറച്ച് രൂപ ഇട്ടു. പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ആ സഹോദരിയുടെ അനിയത്തി വേറൊരു സ്ഥലത്ത് നിന്ന് അവരെനിക്ക് വലിയൊരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. സ്തോത്രം. 8:30-9 മണിയൊക്കെ, പിറ്റേ ദിവസം 8:30-9 മണി ആയപ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ടിൽ നോക്കിയപ്പോൾ പണി ചെയ്യുവാനുള്ള, വീടിന്റെ ആദ്യത്തെ ടോക്കൺ കൊടുത്ത് പണിയാനുള്ള വഴി ദൈവം തുറന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ആർക്കും കടക്കാരനല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അന്ന് ദൈവം അത് പറഞ്ഞ് ഞാൻ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ തുറന്നിട്ടുണ്ടാവുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവം ഈ ശക്തമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്നെ പഠിപ്പിച്ചു. ദൈവം പറയുന്നത് പോലെ ചെയ്താൽ നമ്മുടെ വഴികൾ ഒരിക്കലും അടയത്തില്ലെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ആ വീട് പണി ആരംഭിച്ചത് മിറാക്കിളായിട്ട് ആരംഭിച്ചു. കർത്താവ് സഹായിച്ച് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നു. ഇനി ഞാൻ അവിടെ നിന്ന് പരിപൂർണമായിട്ട് ഒന്ന് മാറുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. 2018 ദൈവാത്മാവ് ഇടപെടുത്ത അടുത്ത ദൂതായിരുന്നു എൻ്റെ വിവാഹം. എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട, സ്തോത്രം, ഒരു ഭാര്യയെ ദൈവം തന്നു. പറഞ്ഞു, പേര് ഗ്രേസ് വർഗീസ് എന്ന്. പ്രിയമകളെ, വിവാഹം കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം ലൈഫ് സെറ്റായി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. കർത്താവെ, നല്ല സാഹചര്യം, വീടുണ്ടായി, കാര്യങ്ങളെല്ലാം നടന്നു, വിവാഹം നടന്നു, എല്ലാം അനുഗ്രഹമായി മാറിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ്, സ്തോത്രം, ശരിയായ നിലയിലുള്ള പ്രതിസന്ധികൾ ആരംഭിക്കുന്നത്. 2018 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതോടുകൂടെ അന്തരീക്ഷം മുഴുവൻ മാറാൻ തുടങ്ങി. ഞങ്ങൾ വിവാഹത്തിന് ശേഷം, ഞങ്ങൾക്ക് 5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായത്. പരിചയപ്പെടുത്തിയതുപോലെ സാമുവൽ എന്നാണ് കുഞ്ഞിന്റെ പേര്. 2018 ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ശാരീരികമായിട്ട് ഒട്ടനവധി രോഗത്തിന്റെ അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നുപോകേണ്ടി വന്നു. ഞങ്ങൾ രണ്ടുപേരും കടന്നുപോകേണ്ടി വന്നു. അപ്രതീക്ഷിതമായിട്ട് മറഞ്ഞു കിടന്നിരുന്ന പല വിഷയങ്ങളും പൊങ്ങി വന്നു. ഞങ്ങളെല്ലാം സ്മൂത്തായി, എല്ലാം ഓക്കെയായി, എല്ലാം സെറ്റിലായി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ രോഗത്തിന്റെ വിഷയം കടന്നു വരുന്നത്. ഏകദേശം 3 ഹോസ്പിറ്റലുകൾ, കേരളത്തിലുള്ള, ബാംഗ്ലൂരിലുള്ള പ്രധാനപ്പെട്ട 3 ഹോസ്പിറ്റലുകൾ ഞങ്ങൾ പോയി കാണിച്ചു.
അവരെ റിപ്പോർട്ട് ഞങ്ങൾക്ക് എഴുതി തന്നു. ഞങ്ങളുടെ കയ്യിൽ റിപ്പോർട്ടും എല്ലാം ഉണ്ട്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് കുഞ്ഞ് എന്നുള്ള ഒരു സാഹചര്യത്തിന് വളരെ സാധ്യത കുറവാണ്. കാരണം നിങ്ങളുടെ അവസ്ഥ ഇന്നതാണ്. ഞങ്ങൾ ആ നാളുകളിൽ ശരിക്കും പരീക്ഷണത്തിന്റെ നാളുകളാണെന്ന് ഞാൻ ഇന്നത് തിരിച്ചറിയുകയാണ്. ഏകദേശം 2018 മുതൽ 2023 വരെ ഞങ്ങൾ ആ പരീക്ഷണത്തിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകാനിടയെത്തും. 5 വർഷത്തിനകത്ത് ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി, ഫിനാൻഷ്യൽ തലങ്ങൾ കുറെ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ കർത്താവ് ഞങ്ങളെ അതിനകം തന്നെ ഫിനാൻഷ്യലി ഞങ്ങളെ സെക്യൂർ ചെയ്തു. ദൈവത്തിന് മഹത്വം. ഒരാളുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും വാങ്ങാതെ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് വഴി തുറന്നു. പക്ഷേ ശരീരത്തിനകത്ത് എനിക്കും പ്രിയപ്പെട്ടവൾക്കും ഒരുപോലെ പ്രയാസമുള്ളത് കൊണ്ട് ഇനി ഒരു കുഞ്ഞുണ്ടാകത്തില്ല എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും ഒരേപോലെ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുള്ളത്. അങ്ങനെ ദൈവസന്നിധിയിൽ ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഇവിടെ വേറൊരു ഭാഗം പറയാനുള്ളത്, ഞങ്ങള് ഒരു ഭാഗത്ത് ഈ സംഗതികളൊക്കെ നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് 2018 മുതൽ തന്നെ നീണ്ട ഒരു നിര പ്രവാചകന്മാരുടെ പ്രവചനത്തിന്റെ ഒരു നീണ്ട നിര, ദൈവശബ്ദത്തിന്റെ നീണ്ട നിര, ഓരോ പ്രതികൂലങ്ങളിലൂടെ ഞങ്ങൾ ഓരോ ഹോസ്പിറ്റലുകളിൽ പോയി കടന്നു പോയിട്ട് വരുമ്പോഴും ഞങ്ങളോട് കൃത്യമായി സംസാരിക്കുന്ന ഇതാകുന്നു വഴി മകനെ എന്ന് പറയുന്ന ആ ദൈവശബ്ദം ഞങ്ങളെ ശക്തമായി വഴി നടത്തിക്കൊണ്ടിരുന്നു. അനേക ദൈവമക്കൾ, അനേക ദൈവദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ യാതൊരുവിധ മാറ്റവും ഞങ്ങൾ കണ്ടില്ല. പക്ഷെ ഞങ്ങൾ പോലും അറിയാതെ പലവിധമായിട്ടുള്ള ഞങ്ങളിൽ രൂപാന്തരം ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഇന്നത് അറിയുന്നു. ഹോസ്പിറ്റലുകളിലൊക്കെ കയറി ഫൈബ്രോയിഡിന്റെ പ്രശ്നം, അതുപോലെ തന്നെ എനിക്ക് പല പ്രശ്നം, അങ്ങനെ ഇതെല്ലാം ഉള്ളത് കൊണ്ട് മാനുഷികമായിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2023 ഒരു കർത്തദാസൻ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന സഭയോടനുബന്ധിച്ച് ഒരു ദിവസം കടന്നു വരികയും ആ ദൈവദാസൻ ഞങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഒരു പ്രവചന ശബ്ദം പറഞ്ഞു, ഒരു പ്രൊഫറ്റിക്കൽ ക്രിയ ചെയ്തു. പ്രിയപ്പെട്ടവരെ, പ്രൊഫറ്റിക്കൽ പ്രവചനം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഈ കാലയളവിൽ എത്രയധികം പ്രശസ്തിയോടെ ആളുകൾ സ്വീകരിക്കുന്നു എനിക്ക് അറിയത്തില്ല. പക്ഷേ ദൈവത്തിന് ഇന്നും പ്രവചനത്തിലൂടെ ഇടപെടുവാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഇന്നും പ്രൊഫറ്റിക്കൽ ക്രിയകളിലൂടെ ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ അനുഭവം, ഈ ദൈവദാസൻ കടന്നു വന്നു. ആ ദൈവദാസൻ ഞങ്ങളുടെ അടുത്ത് ഒരു പ്രൊഫറ്റിക്കലായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവൾ ധരിച്ച ഷാൾ എടുത്ത് ഒരു എൻ്റെ പ്രിയപ്പെട്ടവളോട് തന്നെ പറഞ്ഞു, ഇതിന് ഒരു കുഞ്ഞായിട്ട് നീ കാണണം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ശൂന്യതയുടെ അവസ്ഥയിൽ ഈ ഒരു കുഞ്ഞിനെ പോലെ എടുത്തു വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഈ ദൈവദാസൻ പ്രാർത്ഥിച്ചു. കർത്താവ് ഞങ്ങള് തൊടുവാനുള്ള എൻകൗണ്ടറിന്റെ സമയമാണെന്ന് ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ദൈവദാസൻ പ്രാർത്ഥിച്ചു, ഈ ദൈവദാസൻ പോയി. അദ്ദേഹം പറഞ്ഞത് സ്പെസിഫിക് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന സമയമാകുമ്പോൾ, അതായത് ഞങ്ങളോട് പറയുന്ന 2023 മെയ് മാസമാണ് ഈ ദൂത് പറയുന്നത്, കർത്താവിന്റെ ആത്മാവിൽ അദ്ദേഹം പറയുന്നത്. എന്നാൽ തുടർന്നുള്ള 2 മാസത്തിനകം നിനക്ക് വിശേഷമുണ്ട് എന്നുള്ളത് ഈ സഭയ്ക്കകത്തും നിന്റെ ചാർച്ചക്കാരുടെ അകത്തും ഒരു ശ്രുതി പരക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, മാർച്ച് മാസത്തിനകം നീ ഡെലിവറി ഈ കുഞ്ഞിനെ ചെയ്യുമെന്ന് പറഞ്ഞു. അടുത്തൊരു പദം ഭയങ്കര കട്ടിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഈ ദൂതിന്റെ നിവർത്തീകരണം നടന്ന ശേഷമായിരിക്കും നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന പ്രവാചകന്മാരുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ സംഭവം, ഇത് ഞാൻ പറഞ്ഞത് ഈ പ്രൊഫറ്റിക്കൽ തലത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തിയുടെ മാനങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞു പോയി, ഞങ്ങളുടെ അകത്ത് വലിയൊരു ചിന്ത, ഞങ്ങളുടെ അകത്ത് വലിയൊരു ഉത്സാഹം ഉണ്ടായത്. പക്ഷേ അടുത്ത ടെസ്റ്റ് ചെയ്തപ്പോ റിപ്പോർട്ട് നെഗറ്റീവായി. റിപ്പോർട്ട് നെഗറ്റീവ്. ഞങ്ങൾ പിന്നെയും നിരാശയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ സഭയ്ക്കകത്ത് പ്രത്യേകിച്ച് ചില സ്പിരിച്വൽ ക്ലാസ്സുകളും അതിനകത്ത് ലവണ നിയമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് ഞങ്ങളുടെ കർത്തദാസൻ ശുശ്രൂഷിച്ചു. ആ ശുശ്രൂഷിച്ച കൂട്ടത്തിൽ ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ആ ദൈവദാസൻ ശക്തമായി ഇടപെട്ടു. ഞങ്ങളത് സ്വീകരിച്ചു. ഞങ്ങൾ കുറച്ച് ഉപ്പ് എടുത്തോണ്ട് വന്ന് വെള്ളത്തിൽ കലക്കി ഞങ്ങളുടെ ഭവനത്തിന്റെ കട്ടൽ വാതിൽക്കൽ ഞങ്ങൾ വെച്ചു. ഞങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ഞങ്ങളത് ഇട്ടു. ഞങ്ങളത് ഏകദേശം
കുറെ നാളുകൾ അത് ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ തന്നെ റിസൾട്ട് വേറെ ഒന്നും പോസിറ്റീവ് ആയിട്ടൊന്നും ഞങ്ങൾ കണ്ടില്ല. പക്ഷെ എന്തോ ഒരു ദൈവം എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു ഉത്സാഹം ഞങ്ങളുടെ അകത്തളങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരു വശം നിരാശയുടെ ശബ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ദൈവം സഹായിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു, ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ നാളുകൾ കടന്നു പോകുന്ന ആ സമയത്താണ് ഒറീസയിലേക്ക് ഒരു മിഷൻ ട്രിപ്പ് ഞങ്ങൾ പോകുന്നത്, 8 ദിവസത്തേക്ക് സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട്. അത് ഓഗസ്റ്റ് മാസത്തിലാണ് സംഭവിക്കുന്നത്. ഒറീസയിലോട്ട് ഞങ്ങൾ മിഷൻ ട്രിപ്പ് പോകുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പോകുന്ന അവിടുത്തെ റോഡുകളൊക്കെ വളരെ മോശമായിട്ടുള്ള റോഡുകളാണ്. അതിൽ ഞങ്ങൾ ഒരു ബൊലേറോയിൽ യാത്ര ചെയ്യുന്നു. വലിയ വലിയ ബിൽഡിങ്ങുകളിൽ കയറി നമ്മൾ സുവിശേഷം പറയാനും ബൈബിൾ കോളേജുകളിലൊക്കെ അതിനൊക്കെ ആയിട്ട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്നു. ഞങ്ങൾ ഇത് കഴിഞ്ഞ് മടങ്ങി വന്ന് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ റിസൾട്ട് പോസിറ്റീവായി. ഞങ്ങൾക്ക് അത്ഭുതം തോന്നുമാറ് കർത്താവ് ഞങ്ങളുടെ 5 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഇന്ന് ഞങ്ങളുടെ കയ്യിലുള്ള സാമുവൽ എന്ന് പറയുന്ന കുഞ്ഞിനെ കർത്താവ് ഗർഭം ധരിക്കുവാൻ പ്രിയമകളെ സഹായിച്ചു. ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഒറീസയിൽ പോയ പാത ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ കുഴിയായിരുന്നു, അതുപോലെ ചാട്ടത്തിലൂടെയാണ് പോയത്. പക്ഷേ ഏകദേശം 5 ഫ്ലോർ സ്റ്റെപ്പ് കയറിയിട്ടാണ് പ്രിയപ്പെട്ടവൾ പോയത്. ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഗർഭിണിയാകാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്, അതായത് സാധ്യതയില്ല. പക്ഷേ നീ ഗർഭിണിയായാൽ നീ പുറത്തിറങ്ങി നടക്കരുത്, നീ വളരെ കെയർഫുൾ ആയിരിക്കണം, സ്റ്റെപ്പ് കയറരുത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവരെ അഡ്വൈസ് ചെയ്തായിരുന്നു. അപ്പോ ഈ ഒരു കാര്യം ഞങ്ങൾ അറിയാതെയാണ് ഇത് മുഴുവൻ നടക്കുന്നത്. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ പ്രിയപ്പെട്ടവള് കൺസീവ് ആണെന്ന് അറിയാനിടയെ തീർന്നു. അതിൽ നിന്ന് ഞങ്ങൾ ഒരു കാര്യം മനസ്സിലായി, ദൈവം ഒരാളെ സൂക്ഷിക്കാൻ തീരുമാനിച്ചാൽ, ദൈവം ഒരാളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ മറ്റൊന്നും തടസ്സമല്ലെന്ന് ഞങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്ന ശ്രോതാക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പറയാം. ദൈവം നിങ്ങളെ സഹായിക്കുവാൻ തീരുമാനിച്ചാൽ മറ്റൊന്നും നിങ്ങളെ പ്രതിബന്ധമായിട്ട് നിങ്ങളെ തടയുവാൻ കഴിയുകയില്ല. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഈ പ്രഗ്നന്റ് ആകുവാനിടയെ തീർന്നു. അങ്ങനെ ദൈവാത്മാവ് പറഞ്ഞതുപോലെ തന്നെ ഈ തരുണത്തിൽ 1-2 പ്രശസ്തമായിട്ടുള്ള ആത്മീക എൻകൗണ്ടറുകളെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നു. ഞങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നടന്നുപോയ കൂട്ടത്തിൽ അനേക മീറ്റിങ്ങുകൾ പങ്കെടുത്തു. മറ്റു സ്ഥലങ്ങളിലില്ല, ഞങ്ങളായിരിക്കുന്ന സഭയിൽ തന്നെ. ഓരോ സ്ഥലങ്ങളിൽ ഓടി നടന്ന് പോയി എന്നല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങളായിരുന്ന സഭകളിൽ തന്നെ ഞങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടെ ഒരു മീറ്റിംഗ് പോലും മുടക്കാതെ എല്ലാ മീറ്റിങ്ങുകളും ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിൽ വളരെ ഉത്സാഹം കാണിച്ചു. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു മീറ്റിംഗ് കൂടുന്ന കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കാതിൽ ഒരു ദൈവദാസൻ ഒരു ദൂത് പറഞ്ഞായിരുന്നു. മുംബൈയിൽ നിന്ന് വന്നൊരു ദൈവദാസൻ, ഏലി പുരോഹിതന്റെ കണ്ണ് മങ്ങുമ്പോൾ ഞാൻ നിനക്കൊരു ശമൂവേലിനെ തരും. ഹല്ലേലൂയ. ആ ശമൂവേലിനെ തരുന്നതിലൂടെ ഞാൻ നിന്റെ പാർപ്പ് മാറ്റുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കോംബോ ഇന്ന് പറയണേ, കോംബോ ആയിട്ട് ദൈവാത്മാവ് ഇടപെട്ടു. കൃത്യമായിട്ട് ഞാൻ പറയട്ടെ, പ്രിയ സാമുവലിനെ കൺസീവ് ആയതിനു ശേഷം കർത്താവ് അത്ഭുതകരമായി എൻ്റെ പ്രിയപ്പെട്ടവളെ വഴി നടത്തി. കാരണം ഒരു യൂട്രസിനകത്ത് ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സഹോദരിയാണ് എൻ്റെ പ്രിയപ്പെട്ടവൾ. സിസ്റ്റ്, ഫൈബ്രോയിഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കൺസീവ് ആയിരുന്ന സാഹചര്യത്തിൽ ബെഡ് റെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. പക്ഷെ യാത്രകളൊന്നും മുടക്കാതെ, ഒരു മീറ്റിങ്ങുകളും പോലും മുടക്കാതെ താൻ തന്നിൽ തന്നെ വിശ്വസിച്ചു. ഇസ്രായേൽ സ്ത്രീകളിൽ വ്യാപരിച്ച ഒരു ദൈവിക തിറവും തികവും എൻ്റെ മേലും വെളിപ്പെടുമെന്ന് അദ്ദേഹം പ്രിയപ്പെട്ടവൾ വിശ്വസിച്ചു. ഞാനും അത് വിശ്വസിച്ചു. ഞങ്ങൾ അനേക ദിവസങ്ങൾ അത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ്, ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻഷ്യൽ തലങ്ങൾ 2016 തൊട്ട് തുറന്നെങ്കിലും കർത്താവ് ഞങ്ങളെ പൂർണ്ണ അനുഗ്രഹങ്ങളുടെ നിലവാരത്തിലേക്ക് ഈ പ്രതിസന്ധികളുടെ പ്രതികൂലങ്ങളുടെ കാലഘട്ടങ്ങളിലാണ് നടത്തിയതെന്ന് പറയുന്നതിൽ എനിക്ക് മടിയില്ല. കാരണം ദൈവം ഒരു പ്രതികൂലങ്ങളിൽ ആക്കുന്നത് നമ്മളെ ഒരു വാഗ്ദത്തത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. എൻ്റെ ശ്രോതാക്കളായവരോട് പറയട്ടെ, നിങ്ങൾ ഒരു അസാധാരണമായ പ്രശ്നത്തിൽ, രോഗത്തിൽ, ഒരു ഏതെങ്കിലുമൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, നിശ്ചയമായിട്ടും ഇത് നിങ്ങൾക്ക് ദോഷത്തിനായിട്ട് സംഭവിക്കത്തില്ല, നന്മയ്ക്കായിട്ട് ദൈവം കരുതും. ഈ 5 വർഷം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, മിസ്രൈമിൽ ജനത്തെ കൊണ്ടുപോയി ഇട്ടത് പ്രതികൂലത്തിന്റെ നടുവിലാണ് ഇട്ടതെങ്കിലും
അവിടെ അവരെ വർദ്ധിപ്പിച്ചു എന്നൊരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നതുപോലെ ദൈവം ഈ പ്രതികൂലത്തിന്റെ നടുവിലും ഞങ്ങളെ ഇവിടെ ഓരോ പടിയിൽ നിന്ന് ഉയർത്തുമാറാക്കി. ഒരു വശത്ത് ഈ 5 വർഷം തീക്കകത്ത് കടന്നു പോകുന്ന അനുഭവത്തിലൂടെ അതിനകത്ത് അനേക നിന്ദകളുണ്ട്. സ്നേഹിച്ചവർ ദുഷിച്ചു പറഞ്ഞു. അതിനകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികളായുള്ളവർ ഇവൻ തീർന്നു, ഇവൻ എന്തൊക്കെയായിരുന്നു ഇവന്റെ പ്രവർത്തനങ്ങൾ, ഇവൻ എന്തൊക്കെയായിരുന്നു, ഇനി ഒരിക്കലും ഇവനൊരു ഉയർപ്പ് സാധ്യതയില്ലെന്ന് പറഞ്ഞ് പലരും തള്ളി കളഞ്ഞു. സ്നേഹിച്ച് അവസാനം വരെ പ്രതീക്ഷയോടെ കൂടെ ഉണ്ടാവുമെന്ന് ചിന്തിച്ച ആളുകൾ പലരും അകന്നുമാറി. ഇതൊക്കെ ഒരു ഭാഗത്ത് നടന്നപ്പോഴും കർത്താവ് ഈ സമയങ്ങളിലൊക്കെ ഞങ്ങളെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ഇന്ന് എനിക്ക് പറയുവാൻ കഴിയും. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അത്ഭുതം വൈകാതെ തന്നെ ഇത് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾക്കൊക്കെ ദൈവം സമാപ്തി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ വിഷയങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നുപോയി മുന്നോട്ട് വന്നു. പെട്ടെന്നാണ് ഞങ്ങളുടെ അകത്തളങ്ങളിൽ ഒരു ഈ ഈ ദൂതിന്റെ കാര്യത്തെക്കുറിച്ച്, അതായത് ഏലി പുരോഹിതന്റെ കാര്യം പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ കേൾക്കുവാൻ ഇടയാത്തർന്ന്. സ്തോത്രം. പാർപ്പ് മാറ്റുമെന്ന് പറഞ്ഞ് കൃത്യസമയമായപ്പോൾ കർത്താവ് ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫ്ലാറ്റ് ഞങ്ങൾക്ക് തരുവാനിടയായി തീർന്നു. അതിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞ ഈ ഡിസംബർ 11 കർത്താവ് ചെയ്തു തരുവാനിടയായി. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തു. ഞങ്ങൾ അങ്ങോട്ട് മാറിയിട്ടില്ല. ദൈവം അനുവദിക്കുന്ന പക്ഷം ഞങ്ങൾ മാറും. അതോടുകൂടി തന്നെ സ്തോത്രം, ഇതിനകത്ത് ഒട്ടനവധി വിഷയങ്ങളിൽ ഈ ഒരു ബ്രാക്കറ്റ് പീരീഡിൽ തന്നെ കർത്താവ് ഞങ്ങൾക്ക് പരിഹാരം തന്നു. സാമ്പത്തിക വിഷയങ്ങളിൽ ദൈവം ഞങ്ങൾക്ക് വിടുതൽ തന്നു. ഞങ്ങളുടെ സ്പിരിച്വൽ മേഖലയ്ക്കകത്ത് ഉണ്ടായ മാറ്റങ്ങളും അത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങളെ ഈ കാലയളവിൽ ഉറപ്പിക്കുകയായിരുന്നു എന്നുള്ളത് എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും. കാരണം അത്ഭുതങ്ങൾ നിന്നുപോയിട്ടില്ല, അടയാളങ്ങൾ നിന്നുപോയിട്ടില്ല. മരിച്ച ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത് എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് കർത്താവ് ദൈവം നൽകി. ദൈവം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാമുവേൽ എന്ന് പറയുന്ന ഒരു ദൈവവൈതലിനെ ഞങ്ങൾക്ക് ഈ മാർച്ച് 2024 മാർച്ച് 29 ഞങ്ങൾക്ക് നൽകി. കുഞ്ഞ് അനുഗ്രഹത്തോടെ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഈ സമയം വരെയുള്ള പ്രധാനപ്പെട്ട സാക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ തന്നെ മിനിസ്ട്രി ലെവലിലും ദൈവം ഞങ്ങളോട് പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കർത്താവ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്നു, സഹായിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് ഞങ്ങളെ ഒരു നായർ സമുദായത്തിൽ നിന്ന് വന്ന ഒരു കുടുംബം ഒരിക്കലും ഒരു മിഷണറി കുടുംബമാകുമെന്ന് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ ഞാൻ ചിന്തിച്ചതല്ല. ഞാനൊരു സുവിശേഷ പ്രവർത്തനം ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഒരു സഭയിൽ ഒരു ശുശ്രൂഷകനായിട്ട് ശുശ്രൂഷിക്കുമെന്നോ അല്ലെങ്കിൽ ഏരിയകളിൽ പോയി അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ പോയി കാര്യങ്ങൾ ശുശ്രൂഷിക്കുമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചതല്ല. പക്ഷേ ദൈവം തൻ്റെ വേലയ്ക്കായിട്ട് എന്നെ തെരഞ്ഞെടുത്ത് ദൈവം ഇത്രത്തോളം നിർത്തിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞാനും കുടുംബവും ബാംഗ്ലൂർ പട്ടണത്തിൽ ഇപ്പോഴായിരിക്കുന്നു. ഞങ്ങൾ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ഒക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടി അവസരങ്ങളെ തന്ന ആരോമ ടിവിയോടും പ്രത്യേകിച്ച് കർത്തദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവர்களോടും കുടുംബത്തോടുമുള്ള ക്രിസ്തുയേശുവിലെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എൻ്റെ ശ്രോതാക്കളോട് കൃത്യമായിട്ട് പറയട്ടെ, ദൈവത്തിന് കഴിയാത്ത യാതൊരു കാര്യമില്ല. ദൈവത്തിന് സകലതും കഴിയും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ഉണർവിന്റെ കാലഘട്ടമാണെന്ന് നമുക്ക് തീർത്തും ഉറപ്പോടെ പറയാം. ആ ഉണർവിന്റെ വക്താക്കളായി ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിനകത്ത് നായർ സമുദായമെന്നോ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിംന്നോ അല്ലെങ്കിൽ ഹിന്ദു ക്രൈസ്തവർന്നോ ഒന്നുമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുന്നവർ, ദൈവസന്നിധിയിൽ വരുന്നവരെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിച്ചവരെ ആയിരിക്കുന്നു. കർത്താവ് അതിനായി നമ്മെ ഏവരെയും ഉപയോഗിക്കട്ടെ. എൻ്റെ ഈ സാക്ഷ്യം കേൾക്കപ്പെട്ട എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിൽ വലിയ നന്മകളെ അനുഗ്രഹങ്ങളെ ദൈവം ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ ടു പാസ്റ്റർ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ സന്തോഷ് കുമാർ. ദൈവം നടത്തിയ അത്ഭുതകരമായ ജീവിതാനുഭവം ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കൃപ ചെയ്ത ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം എത്ര ഭംഗിയായിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത്. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ അത്
മനസ്സിലാക്കുവാൻ അല്പം സമയം എടുക്കും. അത് നാം മനസ്സിലാക്കി വരുമ്പോഴേക്കും പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി ദൈവം ചില മേഖലകളിലൂടെയൊക്കെ അത് വഴിതിരിച്ചു വിടുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അപ്പോൾ നാം പരിഭ്രമിച്ച് ഭാരപ്പെട്ട് എന്തുകൊണ്ടെൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, എനിക്കെന്തുകൊണ്ടിങ്ങനെ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ, നൂറ് ചോദ്യങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും നമുക്കെതിരായി ഉയർന്നു നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്ന ആ അദൃശ്യമണ്ഡലത്തിലെ അത്ഭുതങ്ങൾ കാണുവാൻ ഉള്ള ഒരു കണ്ണ് ഒരു ഭക്തന് ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അവൻ അധൈര്യപ്പെടാതെ പിന്മാറാതെ ഉറച്ചു നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കും. വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതം തകർന്ന് താളടിയായി നാനാവിധമായി പോകേണ്ടിയിരുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം ആ വഴികളെയൊക്കെ കർത്താവിങ്കിലേക്ക് തിരിക്കുന്ന പാതകളായിരുന്നു എന്ന് ഇപ്പോൾ തിരിച്ചറിയുവാൻ കഴിയുന്നു. എന്തുകൊണ്ട് ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഒരു പക്ഷെങ്കിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു എന്ന്. പ്രിയ കർത്താവിൻ്റെ ദാസൻ സന്തോഷ് കുമാർ ജനിച്ച് വളർത്തപ്പെട്ട ജീവിത പശ്ചാത്തലം, ബാല്യകാലത്തിലെ ദുരിത ദുഃഖങ്ങൾ, ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ, ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിലൂടെ പോയപ്പോൾ വിദ്യാഭ്യാസം അസ്തമിച്ചു എന്ന് വിചാരിച്ച് എല്ലാം അവസാനിച്ചു. ജീവിക്കുവാൻ പോലും മുന്നോട്ട് പ്രതീക്ഷയില്ലാതിരുന്ന നാളുകളിൽ പ്രത്യാശയുടെ ആ പ്രകാശം 17-ാമത്തെ വയസ്സിൽ കർത്താവ് ജീവിതത്തിലേക്ക് അയച്ചു തന്നു. അതെ, ആ ഒരു വെളിച്ചം ജീവിതത്തിൽ വന്നപ്പോൾ സ്തോത്രം, ആ ദൈവദാസനെ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയെങ്കിലും ആ ദൈവദാസൻ കുടുംബമായി അവരുടെ മുറിക്കുള്ളിലിരുന്നു കൊണ്ട് കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒരു വ്യക്തിക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ആര് തയ്യാറാകുമോ, തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ കണ്ണുനീരും പ്രാർത്ഥനയും സ്വർഗത്തിലെ ദൈവം കേട്ട് ഒരത്ഭുതം ചെയ്യുവാൻ ഇടയായിത്തീരും. ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു, ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടതായ ആ ദൈവദാസനും കുടുംബവും തൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ മുറിക്കകത്തേക്ക് പ്രിയ സന്തോഷ് കുമാർ കയറി ചെല്ലുകയും ക്ഷമ പറയുകയും ദൈവത്തിൻ്റെ പദ്ധതി പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. ആ ഒരു കോൺവെർസേഷൻ, ദൈവസ്നേഹം, ദൈവത്തിൻ്റെ വചനം അന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങുകയും അവിടെ വച്ച് യേശുവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ആ നല്ല നിമിഷങ്ങൾ, ആ 17-18 വയസ്സ് പ്രായത്തിൽ മനുഷ്യൻ്റെ മുൻപാകെ വിസ്തരിക്കപ്പെടുന്നതായ ആ ദിനങ്ങളൊക്കെ ഞാൻ കേട്ടു. സ്തോത്രം. ഏതാണ്ട് 110-ലധികം ആളുകൾ സാമുദായിക പശ്ചാത്തലത്തിൽ അവരുടേതായ നാട്ടുനടപ്പനുസരിച്ചുള്ള കോടതിയിൽ അവർ വിസ്തരിക്കുമ്പോൾ അവിടെയും ഉയർത്തിപ്പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ എൻ്റെ പേര് പുസ്തകത്തിൽ നിന്ന് മായ്ച്ചുകൊള്ളൂ, ജീവൻ്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ എൻ്റെ പേര് എഴുതിയിരിക്കുന്നു എന്ന് ഉറക്കെ പറയുമ്പോൾ അത് ഒരസാധാരണമായ വാക്കുകളായിരുന്നു, അസാധാരണമായ വാക്കുകളായിരുന്നു. സ്തോത്രം. അതെ, അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ കഷ്ടതകളിലൂടെയൊക്കെ കടത്തിവിട്ടത്. തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ തുടർന്നും ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ ബാക്കിയുണ്ട്. സർവശക്തൻ അതിനുള്ള ആയുസ്സും ആരോഗ്യവും അവസരവും തന്ന് ശക്തമായി കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ ദൈവം പിന്നെയും അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
പ്രിയ സന്തോഷ് കുമാറിനെയും ഗ്രേസി വർഗീസിനെയും ശമുവേലിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നിങ്ങളുടെ ആത്മീയ ജീവിതം, കുടുംബജീവിതം ധന്യമായി തീരട്ടെ. കർത്താവിൻ്റെ ഉത്തമ സാക്ഷ്യം വഹിപ്പാൻ അനേക പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് നടത്തുവാൻ ദൈവം ഉപയോഗിക്കട്ടെ. അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക് ആമേൻ. ദൈവം കരം പിടിച്ച് നടത്തട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് ഈ സാക്ഷ്യം തികച്ചും വ്യത്യസ്തമായി ഒരനുഭവമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ സമാനതകളില്ലാത്തതായ സംഭവങ്ങളെക്കുറിച്ച് ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കേൾക്കുമ്പോൾ സ്തോത്രം അസാധാരണമായി നടത്തുന്നതായ ദൈവത്തിൻ്റെ പദ്ധതികളിൽ പങ്കാളികളാകുവാൻ സ്തോത്രം ദൈവം നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. തിരിച്ചറിയുക. ദൈവശബ്ദം ഇതിനോടകം എത്രയോ പ്രാവശ്യം നാം കേട്ട് കഴിഞ്ഞു. ദൈവശബ്ദം എത്രയോ പ്രിയപ്പെട്ടവരിലൂടെ, സാക്ഷ്യങ്ങളിലൂടെ, ദൈവവചന ചിന്തയിലൂടെ, തിരുവെഴുത്തുകളിലൂടെ, പ്രത്യക്ഷവും പരോക്ഷവുമായ മണ്ഡലങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ യേശു നിങ്ങളെയും ശക്തമായി നല്ലൊരു സാക്ഷ്യം പറയുവാൻ, ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. അതല്ല, നേരത്തെ കേട്ടതുപോലെ ഭവനത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ആ ദൈവദാസനും ദൈവദാസിയും തൻ്റെ മുറിക്കുള്ളിൽ പോയിരുന്ന് കരഞ്ഞ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചതുപോലെ കരയുവാനും കണ്ണുനീരൊഴുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരുപക്ഷെങ്കിൽ ഒരു അനന്യാസിനെ പോലെ തയ്യാറാകുമെങ്കിൽ പ്രിയമുള്ളവരെ, ചില പ്രിയപ്പെട്ടവരൊക്കെ വിടുവിക്കപ്പെടുവാൻ, ചില മണ്ഡലങ്ങളിൽ നിന്ന് ചിലര് ജീവനിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് കൃപ ചെയ്യുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയം. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. സർവശക്തന്റെ മുൻപാകെ കർത്താവെ ഞാനിത് എന്നെ സമർപ്പിക്കുന്നു. ഒരു സന്തോഷ് കുമാറിനെ കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് ഹിതമായെങ്കിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവേ, യുവാവേ യുവതി, ചിലരെങ്കിലും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിരാശിതരും ദുഃഖിതരും, സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗത്താൽ, കടഭാരത്താൽ ജീവിതം തന്നെ അവസാനിപ്പിച്ചാൽ മതി എന്ന് വിചാരിച്ച് ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, നാളെക്കുറിച്ച് പ്രതീക്ഷയില്ലാതെ തകർച്ചയുടെ വക്കിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ യേശുവിന് നിന്നെ രക്ഷിപ്പാൻ കഴിയും. യേശുവിന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയും. പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയുന്ന മറ്റൊരു ദിനമല്ല, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്ന് ആമേൻ ഞങ്ങളുടെ അനുഭവത്തിലൂടെ വിളിച്ചു പറയുമ്പോൾ നിങ്ങളത് അംഗീകരിക്കാൻ തയ്യാറാവൂ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ബിസിനസ്സിലേക്ക്, വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. യേശുവിൻ്റെ അത്ഭുതമാർന്ന കരമാണിപ്പോഴുള്ള കരം ആമേൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ തന്നെ ചില കുടുംബങ്ങളിൽ ആമേൻ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ വിശ്വാസക്കണ്ണാൽ കാണുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഇരു കരങ്ങളെയും ആമേൻ മലർത്തിപ്പിടിച്ച് കർത്താവേ അങ്ങനോട് സംസാരിക്കണമേ, അങ്ങൻ്റെ കുടുംബത്തിൽ എൻ്റെ വിഷയത്തിൽ ഇടപെടണമേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ സന്തോഷ് കുമാർ ഒരു നിമിഷം ചുരുക്കവാചകങ്ങൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. കർത്താവും പിതാവുമായ ഞങ്ങളുടെ രക്ഷിതാവുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളെ ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചോ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹം അനുഭവിക്കുവാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടവരാകൊണ്ട് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങളിലൂടെ അടിയൻ കടന്നുപോയപ്പോൾ, അടിയ ജീവിതത്തിലെ ഏകാന്തതയുടെ നിരാശയുടെ അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ, കർത്താവെ ഒറ്റപ്പെടലുകളും കർത്താവെ പലവിധമായ ചിന്തകളാൽ ഭാരപ്പെട്ടായിരുന്നപ്പോൾ അതിൽ നിന്നൊക്കെയും വിടുവിക്കേണ്ടതിന് ഇറങ്ങി വന്ന അങ്ങയുടെ തിരുസാന്നിധ്യം ഇന്ന് ഈ പകലിൽ ശ്രദ്ധിക്കുന്ന ഏവരുടെയും ജീവിതത്തിൽ ഇപ്പോൾ ആ പ്രസൻസ്, ആ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഈ സാക്ഷ്യങ്ങൾ കർത്താവെ കേൾക്കുന്ന ഏവരുടെയും ഹൃദയങ്ങൾക്കകത്ത് വലിയ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ, വലിയ ധൈര്യം ഉണ്ടാകട്ടെ, വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ, ആത്മീക അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിറവുകൾ ഉണ്ടാകട്ടെ. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവെ, പലവിധമായിട്ടുള്ള
ബാധകളാൽ, പലവിധമായിട്ടുള്ള വിഷയങ്ങളാൽ, പലവിധമായിട്ടുള്ള കർത്താവ് ശാപങ്ങളാൽ ഭാരപ്പെട്ടായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിനകത്തൊക്കെയും വലിയ ദൈവിക കൃപ, എന്നെ വിടുവിച്ച, എന്നെ വീണ്ടെടുത്ത, എന്നെ ഇതുവരെ നിർത്തിയ അത്ഭുത മന്ത്രിയുടെ യേശു കർത്താവിന്റെ ശക്തി തന്നെ വെളിപ്പെടണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് ഈ സാക്ഷ്യങ്ങൾ പറയുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത മാധ്യമമായ ആരോമ ടിവിയെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിന് നേതൃത്വം വഹിക്കുന്ന കർത്തദാസൻ, പ്രിയ കർത്താവെ, ദാനിയൽ പാസ്റ്ററിനെയും ദൈവസന്നിധിയിൽ വെച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ, തുടർന്ന സമയം കേൾക്കുവാൻ കർത്താവെ പോകുന്ന അനേകായിരങ്ങൾ, അവരുടെ ജീവിതത്തിലും വലിയ നന്മകളും അനുഗ്രഹങ്ങളും ഇതിന് മുഖാന്തരം ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു ആത്മതലം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും. മഹത്വം ചെയ്യണം യേശു ക്രിസ്തുവിന്റെ ബലമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ സന്തോഷ് കുമാർ. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനെ കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമാറ്റിയുടെ ഓരോ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പരും ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com